ഹായ്, ഇന്നൊരു കിടിലം പ്രൊഫൈലിനാണ് നിങ്ങൾ പരിചയപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ മെഴ്സിഡസ് ബെൻസിലെ യാസിറിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ യാസിറിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ മെഴ്സിഡസ് ബെൻസിൽ കയറാം, അല്ലെങ്കിൽ എങ്ങനെ അവിടുത്തെ ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാം, അല്ലെങ്കിൽ ആ റേഞ്ചിലുള്ള കമ്പനീസിലോട്ട് എങ്ങനെ എത്തിപ്പെടാം എന്നൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കമ്പനിയാണ് മൈക്രോസോഫ്റ്റ്. ഞാനൊക്കെ കോളേജ് പഠിക്കുന്ന കാലം തൊട്ട് തന്നെ ഗൂഗിളിൽ കയറുക അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് കയറുക എന്നൊക്കെ ഉള്ള വലിയൊരു സ്വപ്നമായിട്ടുള്ള കാര്യമാണ് എല്ലാവർക്കും. എന്നാൽ അങ്ങനെ മൈക്രോസോഫ്റ്റ് കയറിയിട്ടുള്ള നമ്മുടെ മലപ്പുറത്തുകാരനായ വേങ്ങരക്കാരനായിട്ടുള്ള റയ്യാനാണ് നമ്മുടെ കൂടെ ഇന്നുള്ളത്. റയ്യാൻ ഏകദേശം 3 വർഷമായിട്ട് മൈക്രോസോഫ്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് മുന്നേ കുറേ കമ്പനികളിലെ വർക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് റയ്യാൻ മൈക്രോസോഫ്റ്റിൽ എത്തിയത്, എന്തൊക്കെ സ്കില്ലാണ് അതിന് വേണ്ടത്, അതുപോലെ തന്നെ ഏത് റേഞ്ചിലാണ് പാക്കേജ് കിട്ടുക. അപ്പോൾ നമ്മുടെ യാസിറിൻ്റെ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഇത്ര സാലറി ഒന്നും കിട്ടൂല എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഇന്ത്യയിൽ മൈക്രോസോഫ്റ്റിൽ എത്ര സാലറി കിട്ടും വല്ല ഐഡിയ ഉണ്ടോ? ഇതൊക്കെ നമുക്ക് ചോദിക്കാനുണ്ട്. പക്ഷേ കമ്പനി പോളിസിയൊക്കെ പ്രകാരം സാലറി എക്സാക്റ്റ് ഒന്നും പറഞ്ഞു തരില്ല, എന്നാലും കുറച്ച് രഹസ്യങ്ങളൊക്കെ പുറത്ത് വിടാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇതിനൊക്കെ ഉപരി ആൾക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അത് ഞാൻ കണ്ടപ്പോഴാണ് ഞെട്ടിപ്പോയത്. അതായത് ആളെ ഇൻസ്റ്റാഗ്രാം പേജ് എന്ന് പറഞ്ഞാൽ സൈക്കിൾ പിരാന്ത് എന്നുള്ളൊരു പേജാണ്. ആ പേജിൽ ആള് പേഴ്സണൽ ലൈഫിൽ വേറെ രീതിയിൽ തന്നെ സൈക്കിൾ ചവിട്ടി, അതായത് 100 കിലോമീറ്റർ 200 കിലോമീറ്റർ ഒക്കെ സൈക്കിൾ ചവിട്ടി പോവുക, അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു ടീമൊക്കെ ആയിട്ടുള്ള ഒരുപാട് പരിപാടികൾ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന ആളും കൂടിയാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കേണ്ടത് വേറെയുണ്ട്. അതുപോലെ തന്നെ കരിയർ ബേസ് ചെയ്തിട്ട് നോക്കുമ്പോൾ ഹൈ ലെവലിലാണ്. അതായത് ടെക്കിൽ ഒരുപാട് പ്രോ സ്കില്ലുകൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നൊക്കെ അറിയേണ്ടതുണ്ട്. മൈക്രോസോഫ്റ്റിൽ എന്താ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് അറിയണം, അവിടെ ഏതൊക്കെ സ്കില്ലാണ് വേണ്ടതെന്ന് അറിയണം, എന്നാലേ നിങ്ങൾക്ക് ജോബ് നോക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് ഇന്ന് നമ്മൾ ഹോസ്റ്റ് ചെയ്യണത്. പക്ഷേ ഇൻ്റർവ്യൂ ഹോസ്റ്റ് ചെയ്യണത് ഞാനല്ല, നമ്മുടെ ക്യൂയുടെ ഹെഡായിട്ടുള്ള ഷെബീർ അലിയും ക്യൂയുടെ ലീഡായിട്ടുള്ള നിയാസും കൂടിയാണ് ഇൻ്റർവ്യൂ നടത്തുന്നത്. അറിയില്ല എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഞാൻ മാറിക്കണോ ഞാൻ അവർ മതിയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യും. അതുപോലെ റയ്യാൻ്റെ പ്രൊഫൈൽ കണ്ടിട്ട് നിങ്ങളും അവർ പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റീസ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങളുടെ ലൈഫിൽ ആഡ് ചെയ്യാൻ പറ്റിയുള്ളത് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, നല്ലൊരു കരിയർ സെറ്റാക്കാനുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പലതും ചോദിക്കുന്നുണ്ട്. നിയാസും ഷെബീർ അലിയും ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. ആസ് എ ഫ്രഷർ ആ ഒരു എമൗണ്ട് അല്ലെങ്കിൽ 1 CR 2 CR ആ ഒരു പാക്കേജ് എടുക്കാൻ പറ്റുമോ? കുറേ നിങ്ങൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും, ഗൂഗിൾ ഇത്ര ക്രോറിൻ്റെ പാക്കേജ് കൊടുത്തു, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ഇത്ര ക്രോറിൻ്റെ പാക്കേജ് കൊടുത്തുన్నారు. അത് ഇറ്റ് ഈസ് പോസിബിൾ. പക്ഷേ വേറൊരു കാര്യം, AI വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡെവലപ്പേഴ്സിനെ റീപ്ലേസ് ചെയ്യുമോ? AI എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഗെയിം ചേഞ്ചർ. ഞങ്ങളുടെ പ്രൊജക്ട്സിലും AI ഉണ്ട്. ഇപ്പോൾ മൈക്രോസോഫ്റ്റിൽ അങ്ങനെ റയാൻ എന്തെങ്കിലും സ്റ്റോക്ക് ഉണ്ടോ? മൈക്രോസോഫ്റ്റിൽ എല്ലാ എംപ്ലോയീസിനും സ്റ്റോക്ക് ഉണ്ട്. നിങ്ങളെ ഹയറിങ്ങിൻ്റെ ടൈമിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റോക്ക് ഇത്ര യൂണിറ്റ്സ് സ്റ്റോക്ക് തരാം. കംപ്ലീറ്റ്ലി ഈ ഒരു ഫീൽഡിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഈ ഒരു പൊസിഷനിലെത്താൻ ആഗ്രഹിക്കുന്നവർ, അവരെന്തൊക്കെ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവരെന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത്, അവർ ആ ഒരു കരിയർ സെറ്റാക്കാൻ വേണ്ടിയിട്ട്? IT ഫീൽഡിൽ വേണ്ടൊരു സംഭവമാണ് ആ ക്യൂരിയോസിറ്റി. ആ ഒരു ക്യൂരിയോസിറ്റി എന്നാണ് നമ്മൾ കൂടുതലും നമ്മൾ റെഫർ ചെയ്തിട്ട് പഠിക്കുന്നത്. നമ്മൾ ബ്രോ ക്യാമ്പ് എന്നുള്ള ഒരു 4 കുട്ടികളുടെ പ്രൊഫൈൽ തന്നാൽ നിങ്ങൾ എടുക്കും. നമുക്കുള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. അപ്പോൾ വെൽക്കം ടു പ്രോട്ടോടൈപ്പ്. താങ്ക് യു. അപ്പോൾ ആളുടെ പേര് റയാൻ എന്നാണ്. നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് കാണുന്ന ഒരു കമ്പനിയാണ് മൈക്രോസോഫ്റ്റ്. എങ്ങനെ മൈക്രോസോഫ്റ്റിൽ കയറാം, അവിടെയുള്ള കൾച്ചർ എന്താണ്, അവിടെ കയറിക്കാനാ എത്ര ഒരു പാക്കേജ് മേടിക്കാം, ഇതൊക്കെ ആയിരിക്കും ഇപ്പോൾ ഇത് കാണുന്നവർക്ക് അല്ലെങ്കിൽ ആദ്യമായിട്ട് കോഡിങ് പഠിക്കുന്ന ആൾക്കാർക്കുള്ള ഡൗട്ടുകൾ. അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ ചോദിച്ച് മനസ്സിലാക്കാം. ടോട്ടൽ 8 വർഷം എക്സ്പീരിയൻസ് ഉണ്ട്. അതിൽ 3-4 വർഷമായിട്ട് മൈക്രോസോഫ്റ്റിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അവിടുത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. മൈക്രോസോഫ്റ്റ് ലൈഫൊക്കെ എങ്ങനെയാണ്? മൈക്രോസോഫ്റ്റിൽ ഇപ്പോൾ 3-4 വർഷമായില്ല വർക്ക് ചെയ്യുന്നത്. എങ്ങനെയുണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ? കാര്യങ്ങൾ കുറേയൊക്കെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ മൈക്രോസോഫ്റ്റിൻ്റെ പേജ് ഭയങ്കര ആക്റ്റീവാണ്. IDC എന്നാണ്, ഇന്ത്യൻ ഡെവലപ്മെൻറ്റ് സെൻറ്റർ. അതിൽ കാണുന്ന പോലെ തന്നെയാണ് കുറേ ഫ്ലെക്സിബിലിറ്റി ഉണ്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വർക്ക് ലൈഫ് ബാലൻസ്. പിന്നെ ബാക്കി ഫെസിലിറ്റീസ് ക്യാമ്പസിലാണെങ്കിൽ അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ക്യാമ്പസിൽ. ഫ്രീ ഫുഡ് ഉണ്ട്, പിന്നെ നിങ്ങൾക്ക് കളിക്കാനാണെങ്കിൽ ക്രിക്കറ്റ് ഗ്രൗണ്ട് ഉണ്ട്, അങ്ങനെ ഫെസിലിറ്റീസ് ആയിട്ട് കുറേ ഉണ്ട്. ഇറ്റ് ഡിപ്പെൻസ് ഇഫ് യു ഹാവ് ടൈം. ഓക്കെ. അപ്പോൾ അതിനായിട്ട് സെപ്പറേറ്റ് ടൈമിംഗ് ആണോ അതോ നമ്മളെ? ഇല്ല, ഓഫീസ് 24 hours ഓപ്പൺ ആണ്. ഓക്കെ. പിന്നെ ഓഫീസ് ടൈമിങ്സും അങ്ങനെ ഒരു ടൈമിങ്സ് എന്ന് വിചാരിച്ചിട്ടില്ല. അപ്പം സ്പെഷ്യലി കോവിഡിന് ശേഷം നമ്മൾ ഒരു ടൈം നമ്മൾ ടീമായിട്ട് ഒരു ടൈം ഡിസൈഡ് ചെയ്യുക, എന്നിട്ട് ആ ഒരു ടൈമിൽ വർക്ക് ചെയ്യുക. 9 to 6 ആണ് യൂഷ്വലി ഫോർ മോസ്റ്റ് ഓഫ് ദ ടീംസ്. പക്ഷേ ഇറ്റ് ഡിപ്പെൻസ്, വെരി ഫ്ലെക്സിബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് അതിനിടയ്ക്ക് ചിലപ്പോൾ പുറത്ത് പോകണം, അല്ലെങ്കിൽ നിങ്ങൾ അവൈലബിൾ അല്ലെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ഇൻഫോം ദ ടീം. അതെല്ലാം ഭയങ്കര ഫ്ലെക്സിബിളാണ്. ഈ വർക്കിംഗ് ടൈമിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഇപ്പം നിങ്ങൾക്ക് ചിലപ്പം കളിക്കാൻ പോകും, ഓഫീസിൽ ജിമ്മ് കാര്യങ്ങളുണ്ട്. അപ്പോൾ എവിടെയാണ് വർക്ക് ലൊക്കേഷനൊക്കെ വരുന്നത്? വർക്ക് ഫ്രം ഹോം ആണോ അതോ വേറെ സിറ്റീസിലാണോ, കേരളത്തിൽ തന്നെയാണോ? നമുക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് എസ്പെഷ്യലി എൻ്റെ ടീമിന് വി ക്യാൻ ചൂസ് എവിടുന്നാണ് വർക്ക് ചെയ്യേണ്ടതെന്നുള്ളത്.
ഞാൻ വർക്ക് ഫ്രം ഓഫീസാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഹൈദരാബാദ് ഓഫീസിൽ നിന്നാണ് വർക്ക് ചെയ്യാറ്. ഇപ്പം കുറച്ചൊരു ടൈമായിട്ട് പേഴ്സണൽ റീസൺസ് ഞാൻ നാട്ടിലുണ്ട്. പക്ഷേ ഫ്ലെക്സിബിൾ ആണ്, ഓഫീസിൽ പോകണം നിർബന്ധമില്ല. സ്റ്റാർട്ടിങ് മുതൽ 3 years ഹൈദരാബാദ് തന്നെ ആയിരുന്നു മെജോറിറ്റി? ഞാൻ കരിയർ സ്റ്റാർട്ട് ചെയ്ത് ഹൈദരാബാദ് തന്നെയാണ്. 8 വർഷം ഞാൻ നാട്ടിൽ നിന്നതിൽ കൂടുതൽ ഞാൻ ഹൈദരാബാദാണ് നിന്നിട്ടുള്ളത്. എങ്ങനെയുണ്ട് ഹൈദരാബാദ് ലൈഫ്? ഹൈദരാബാദിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഹൈദരാബാദ് ഭയങ്കര വെൽക്കമിങ് ആണ്. പിന്നെ ഐ ആം എ ഫുഡി. ഫുഡ് ഹൈദരാബാദ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹൈദരാബാദി ബിരിയാണി ഇല്ല, ഇവിടെ നാട്ടിൽ കഴിക്കുന്ന ഹൈദരാബാദി ബിരിയാണി ഇല്ല, ഹൈദരാബാദിലേക്ക് അപ്പം നമുക്ക് കഴിക്കാം. അപ്പോൾ ഫുഡായാലും ഈവൻ ദ പീപ്പിൾ ആർ വെരി ഫ്രണ്ട്ലി. സിറ്റി അത്യാവശ്യം ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. എല്ലാവരും പറയും ബാംഗ്ലൂർ, പക്ഷേ ഹൈദരാബാദ് ഇസ് ഓൾസോ പ്രെറ്റി ഡെവലപ്ഡ് ആൻഡ് ഇറ്റ്സ് ഡെവലപ്പിംഗ് പ്രെറ്റി റാപ്പിഡ്ലി. അപ്പോൾ മലപ്പുറം നാട്ടിലാണോ ഹൈദരാബാദാണോ പ്രിഫർ ചെയ്യുക കുറച്ച് കാലത്തേക്ക് സെറ്റിൽ ആവുകയാണെങ്കിൽ? സത്യം പറഞ്ഞാൽ 2 സ്ഥലത്തും നിൽക്കാറുണ്ട്. കാരണം ബോത്ത് ആർ ഡിഫറെൻറ്റ് സൈഡ്സ്, റൈറ്റ്? ഐ മീൻ നാട്ടിൽ വരുമ്പോൾ നമ്മുടെ ഒരു നാട് എന്നുള്ള ആ ഒരു കംഫർട്ടും ഫീലിങ്ങും അവിടെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഹൈദരാബാദ് ആ ഒരു സിറ്റി ലൈഫ്, പിന്നെ അവിടെ ആകുമ്പോൾ കൂടുതലും ബിസി ആയിരിക്കും. ആ ഒരു വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരിക്കും. നാട്ടിലാകുമ്പോഴും അത് തന്നെയാണ് അവസ്ഥ. നാട്ടിൽ നിന്ന് വർക്ക് ഫ്രം ഹോം ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ ലീവൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ ഹാവ് ടൈം ഫോർ യുവർ സെൽഫ്. ഹൈദരാബാദ് ക്യാമ്പസ് എന്ന് പറയുന്നൊരു വെൽ സെറ്റിൽഡ് ക്യാമ്പസ് പോലെ തന്നെയാണ് ഒരു ഓഫീസ് എന്ന് പറയുന്നത്. അതെ, ഹൈദരാബാദ് ക്യാമ്പസ് അതിനൊരു ഹിസ്റ്ററി ഉണ്ട്. പണ്ടത്തെ ടൈമിൽ അന്നത്തെ CM പോയിട്ട് ബിൽ ഗേറ്റ്സിനെ നേരിട്ട് കണ്ട് ലാൻഡ് കൊടുത്തിട്ട് അങ്ങനെ വന്നൊരു ക്യാമ്പസാണ്. അപ്പം ഇപ്പം അത് സിറ്റിയുടെ സെൻട്രലായിട്ടുള്ള ഒരു ഏരിയയിലാണ്. അത്യാവശ്യം ഏക്കർ കണക്കിനുള്ള ഏരിയ ആണ്. അതിൽ വി ഹാവ് എ ഫ്യൂ ബിൽഡിങ്സ്. ഇസ് എ ബിൽഡിംഗ് ദാറ്റ്സ് കമ്മിങ് അപ്പ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ ഫെസിലിറ്റീസ് ഉണ്ട്. നേരത്തെ ഒരു വലിയൊരു ക്രിക്കറ്റ് ഗ്രൗണ്ട് ഉണ്ടായിരുന്നു, ഫുട്ബോളിന് വേറെ ഗ്രൗണ്ട് ഉണ്ട്, ടെന്നീസ്, ബാഡ്മിൻ്റൺ. ഇൻസൈഡ് ദ ക്യാമ്പസ് യു ഹാവ് എ ലേക്ക്. പിന്നെ ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് മറ്റു ബിൽഡിംഗ് പോകണമെന്നുണ്ടെങ്കിൽ നടന്നും പോവാം, ബട്ട് യു ഹാവ് ഷട്ടിൽസ്. മറ്റു ബിൽഡിംഗ് ഓഫീസ് ക്യാമ്പസ് മൊത്തം ഉണ്ടാവും. എത്ര ഏക്കർ ഉണ്ട് അത് കൃത്യമായിട്ട് ഏരിയ വൈസ് ഐ ഡോണ്ട് റിമെമ്പർ, ബട്ട് അത്യാവശ്യം ഒരു ഏരിയ ഉണ്ട്. അതും സിറ്റിയുടെ സെൻട്രലിൽ അത്യാവശ്യം ഏരിയ ഉള്ളൊരു ക്യാമ്പസാണ്. ആ ഒരു ഏരിയയിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഓപ്പോസിറ്റ് ഐ തിങ്ക് വിപ്രോ ഉണ്ട്, TCS ഉണ്ട്, കുറേ മുന്നുള്ള ക്യാമ്പസുകളായത്. പക്ഷെ ഇപ്പം നിങ്ങൾ ബിൽഡിങ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിൽഡിംഗ് സ്പേസസ് ആയിരിക്കും കൂടുതലും ഓഫീസുകൾക്ക് ഉണ്ടാവുക. അതേപോലെ തന്നെ ഹൈദരാബാദിനെ കുറിച്ച് ചോദിച്ചപ്പം ആപ്പിൾ ഒരു വലിയൊരു ക്യാമ്പസ് തുറന്നിട്ടുണ്ട് ഹൈദരാബാദിലാണ്. ആമസോൺ ഏഷ്യയിലോ എങ്ങാനും ലാർജസ്റ്റ് ക്യാമ്പസ് ഹൈദരാബാദ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ അതൊന്നും ക്യാമ്പസ് അല്ല, ഇറ്റ്സ് മോസ്റ്റ്ലി ജസ്റ്റ് എ ബിൽഡിംഗ്. ആ ബിൽഡിംഗിൽ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഇപ്പം ഞാൻ മൈക്രോസോഫ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ അകത്ത് തന്നെ ഫെസിലിറ്റീസ്. ക്യാമ്പസിന്റെ ഉള്ളിലേക്ക് കയറിയാൽ പിന്നെ പുറത്തേക്ക് കയറേണ്ട ഒരു ആവശ്യമില്ല, എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ നടക്കും. ഏകദേശം ഓഫീസിൻ്റെ ഉള്ളിൽ തന്നെ അത്യാവശ്യം കുറേ ബാച്ചിലേഴ്സൊക്കെ ഞാൻ കുറേ പേരെ കണ്ടിട്ടുണ്ട്. അവർ രാത്രി കുറേ കഴിഞ്ഞാൽ വീട്ടിൽ പോവുക, കാരണം യു ഗെറ്റ് ഫുഡ്, എല്ലാം ഉണ്ടല്ലോ, എല്ലാം ഉണ്ട്. ഉള്ളിൽ തന്നെ റെസ്റ്റ് എടുക്കാനുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടോ? അങ്ങനെ ഉണ്ട്, സ്ലീപ്പിംഗ് റൂംസ് ഉണ്ട്, നാപ്പ് റൂംസ്. എങ്ങനെയാണ് മൈക്രോസോഫ്റ്റിലേക്ക് എത്തിയത്? എങ്ങനെയായിരുന്നു ആ ഒരു ഡെവലപ്പർ ജേണി? മൈക്രോസോഫ്റ്റിൽ ഞാൻ ഒരുപാട് വട്ടം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈമിൽ ഞാൻ മാസ്റ്റേഴ്സ് ചെയ്ത് VIT വെല്ലൂരിലാണ്. അപ്പോൾ അവിടെ നമുക്ക് മൈക്രോസോഫ്റ്റിൻ്റെ ഒരു ലാബ് ഉണ്ടായിരുന്നു, MIC എന്ന് പറയും. ഇപ്പം മൈക്രോസോഫ്റ്റ് ആ പ്രോഗ്രാം ക്ലോസ് ചെയ്തു. മൈക്രോസോഫ്റ്റ് ഇന്നോവേഷൻ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഫുള്ളി മൈക്രോസോഫ്റ്റ് സ്പോൺസേർഡ് ആയിരുന്നു തോന്നുന്നു. ഫുൾ ഫ്യൂ സിസ്റ്റംസ്, പിന്നെ വി ഹാഡ് ഡിഫറെൻറ്റ് ഡിവൈസസ് ലൈക്ക് എക്സ്ബോക്സിൻ്റെ കൂടെ വരുന്നൊരു കണക്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കിറ്റ് ഉണ്ട്, നമ്മുടെ മോഷൻ സെൻസ് ഒക്കെ ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ കുറേ സംഗതികൾ ഉണ്ടായിരുന്ന ഉള്ളൊരു ലാബായിരുന്നു അത്, MIC എന്ന് പറയും. അപ്പം ഞാൻ ആ MICയിൽ ടെക്നിക്കൽ ലീഡായിട്ട് കുറച്ച് ടൈമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അന്നേ ഒരു ഫാസിനേഷൻ ഉണ്ടായിരുന്നു ടുവേർഡ്സ് മൈക്രോസോഫ്റ്റ്. പിന്നെ ഞാൻ ഫസ്റ്റ് കമ്പനിയിൽ കയറിയപ്പോഴും ഐ എൻഡഡ് അപ്പ് വർക്കിംഗ് ഇൻ മൈക്രോസോഫ്റ്റ് ടെക്നോളജീസ്. അപ്പം മൈക്രോസോഫ്റ്റ് റിലേറ്റഡ് ടെക്നോളജീസ് ആയിരുന്നു യൂസ് ചെയ്തത്. അപ്പോഴും ആ ഒരു ഫാസിനേഷൻ ജസ്റ്റ് ഇൻക്രീസ്ഡ്. അപ്പോൾ ആ ഒരു ഇതിൽ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 2 പ്രാവശ്യം എങ്ങാനും ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സം ഓഫ് ദി അതർ റീസൺ ഡിൻ ഗോ ത്രൂ. പിന്നെ ഒരിക്കൽ ഇങ്ങനെ ഫ്രണ്ടിൻ്റെ ഒരു ടീമിൽ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഉണ്ടായപ്പോൾ അങ്ങേര് റെഫർ ചെയ്തിട്ട്, പിന്നെ അങ്ങനെയാണ്. പക്ഷേ അങ്ങേരുടെ ടീമിലല്ല ജോയിൻ ചെയ്തത്. ആ റെഫറൽ ആ പൊസിഷൻ ക്ലോസ് ആയി, പിന്നെ വേറൊരു ടീമിൽ. അങ്ങനെയാണ് ഇവൻച്വലി. കരിയർ സ്റ്റാർട്ട് ചെയ്തത് മൈക്രോസോഫ്റ്റിൽ നിന്നാണോ അതോ? അല്ല, ഞാൻ കരിയർ സ്റ്റാർട്ട് ചെയ്തത് ഡെലോയിറ്റ് എന്ന് പറയുന്ന, ഡെലോയിറ്റ് ബിഗ് 4 വരുന്ന ഒരു കമ്പനിയാണ്. ഡെലോയിറ്റ്, ഏൺസ്റ്റ് ആൻഡ് യങ്, EY, അതേപോലെ ക്യാപ്ജെമിനി ഉണ്ടോയെന്ന് അറിയില്ല. ബിഗ് 4 എന്ന് പറഞ്ഞിട്ട് വരുന്ന 4 ടോപ്പ് 4 വേൾഡ് കൺസൾട്ടിങ് കമ്പനീസ് ഉണ്ട്. അപ്പം ബിഗ് 4 വരുന്ന ഒരു കമ്പനിയാണ് ഡെലോയിറ്റ്. അവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്. 2 കമ്പനി പറഞ്ഞത് രണ്ടും നല്ല വലിയ കമ്പനീസിലാണ്. ഇപ്പം ഇങ്ങനെ ഡിലോയിറ്റിലൂടെ എൻട്രി എങ്ങനെയായിരുന്നു? ഡിലോയിറ്റിലേക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് ആയിരുന്നു. അപ്പോൾ അവിടെ ഇന്റർവ്യൂ പ്രോസസും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? നോർമൽ ഇന്റർവ്യൂ പ്രോസസ്, ക്യാമ്പസ് പ്ലേസ്മെന്റ് വേറെ തന്നെ ഒരു ടൈപ്പ് ഓഫ് ഇന്റർവ്യൂസ് ആണോ? ക്യാമ്പസ് ഇപ്പം നമ്മളും തന്നെ ഇന്റർവ്യൂ എടുക്കുമ്പോൾ, ഫ്രഷേഴ്സിന് ഇന്റർവ്യൂ എടുക്കുമ്പോൾ അത് വേറെ തന്നെ ആയിരിക്കും. നമ്മൾ ഒരു എക്സ്പീരിയൻസ് കാൻഡിഡേറ്റിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളായിരിക്കില്ലല്ലോ ചോദിക്കുക. അത് പ്രോസസ്സ് തന്നെ വേറെ ആയിരിക്കും. വി ലുക്ക് അറ്റ് ഡിഫറെൻറ്റ് തിങ്സ്, റൈറ്റ്?
അല്ല നമ്മളിപ്പോൾ ഒരു ഫ്രഷറായിട്ട് ഒരു കമ്പനിക്ക് അപ്ലൈ ചെയ്ത് അവർ ഇൻ്റർവ്യൂസ് എടുക്കുന്നതും ഒരു ക്യാമ്പസിൽ വന്ന സ്റ്റുഡൻസിന് പിക്ക് ചെയ്യുമ്പോൾ എടുക്കുന്ന ഇൻ്റർവ്യൂസും എന്തായാലും ഡിഫറെൻ്റ് ആയിരിക്കും, അതോ ആ ഒരു ഫ്രഷർ കാൻഡിഡേറ്റിനെ അറിയുന്ന രീതിക്ക് തന്നെ ആയിരിക്കും അത്? അങ്ങനെ ചോദിച്ചാൽ ഡിപ്പെൻസ് ഓൺ ദ കമ്പനി ആൻഡ് ഇൻ്റർവ്യൂവർ. പക്ഷേ വേറൊരു കാര്യം ചിലപ്പം മേ ബി ജസ്റ്റ് മൈ തോട്ട്, നിങ്ങൾ ചിലപ്പോൾ ഒരു IIT പോയിട്ട് ഇൻ്റർവ്യൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വി എക്സ്പെക്ട് ദാറ്റ് ക്വാളിറ്റി. അപ്പോൾ ആ ഒരു നിലയ്ക്കുള്ള ക്യാമ്പസ് അനുസരിച്ച് ചിലപ്പോൾ ആ ഒരു മാറ്റം ഉണ്ടാവും. ബട്ട് അതർവൈസ് ഐ തിങ്ക് ഫ്രഷേഴ്സിൻ്റെ ഇൻ്റർവ്യൂസ് എല്ലാം ബേസിക്കലി നോളേജ് ഉണ്ടോ എന്നാണ് നോക്കുന്നത്, എക്സ്പീരിയൻസ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആ ഒരു നോളേജ് ഉണ്ടോ, കമ്പ്യൂട്ടർ സയൻസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയുണ്ട്, അതൊക്കെ ആയിരിക്കും. അപ്പോൾ അവിടെ എത്ര വർഷം ഉണ്ടായിരുന്നു? ഡിലോട്ടിൽ എത്ര വർഷം ഉണ്ടായിരുന്നു? ഡിലോയിറ്റിൽ ഒരു 5+ years. ഈ ഡിലോയിറ്റിലുള്ള ടൈമിൽ ഏതൊരു പൊസിഷനിലായിരുന്നു കൂടുതലും വർക്ക് ചെയ്തത്? ഏതൊരു ടെക്നോളജിയിലായിരുന്നു കൂടുതലും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്? അവിടെ കൂടുതലും ഷെയർ പോയിന്റ് എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ മേലെയുള്ള കുറേ കസ്റ്റമൈസേഷൻസും ഇതൊക്കെയായിരുന്നു നിങ്ങൾ ചെയ്തിരുന്നത്. പക്ഷേ ടെക്നോളജീസ് എഷ്യൂറും ക്ലൗഡും ഇതൊക്കെയായിരുന്നു കൂടുതലും ബാക്ക് എൻഡിലൊക്കെ യൂസ് ചെയ്തിരുന്നത്. പിന്നെ ടെക്നോളജീസ് കീപ് ചേഞ്ചിങ്. ഞാൻ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, IT അങ്ങനെയാണ്. അപ്പം ഞാൻ കരിയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വർക്ക് ചെയ്തിരുന്ന ഐ തിങ്ക് Angular 1 ആയിരുന്നു. Angular 1 അന്ന് ജാവാസ്ക്രിപ്റ്റിലായിരുന്നു. ഇപ്പം ആംഗുലറൊക്കെ ടൈപ്പ് സ്ക്രിപ്റ്റായി. ദാറ്റ് കീപ്സ് ഇവോൾവിങ്. എനിക്ക് ഓർമ്മയുണ്ട് ഒരിക്കൽ ഞാൻ ഡെലോയിറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു ഫീച്ചർ ഞാൻ ഡെവലപ്പ് ചെയ്യുമ്പം പുതിയൊരു ടെക്നോളജി യൂസ് ചെയ്യായിരുന്നു. ഞാൻ ഒക്കെ ചെയ്ത് ഫ്രൈഡേ ഞാൻ വീട്ടിൽ പോയി മൺഡേ ഐ കെയിം ബാക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ ആ സൈറ്റിൽ നോക്കിയപ്പോൾ അവരുടെ ഡോക്യുമെൻറ്റേഷൻ ഫുള്ള് മാറിയിട്ടുണ്ട്. ഒരു പുതിയൊരു റിലീസ് ഇറക്കിയിട്ട് സിൻടാക്സ് എല്ലാം മാറിയിട്ടുണ്ട്. സോ അതാണ് അവസ്ഥ. അത് ഇറ്റ് എവോൾവ്സ് പ്രിറ്റി ക്വിക്ക്ലി. ഓക്കെ, ഞാൻ പ്രൊഫൈൽ നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാ ടെക്നോളജിയിലൂടെയും കയറി ഇറങ്ങിയതായിട്ട് കാണുന്നുണ്ട്. എല്ലാത്തിലും സ്കില്ലുണ്ട്. നമ്മളിപ്പോൾ പുതിയതായിട്ട് ഒരു കുട്ടി പഠിക്കുമ്പോൾ ഞാൻ മേൺ പഠിക്കണോ, അല്ലെങ്കിൽ റിയാക്ട് മാത്രം പഠിച്ചാൽ മതിയോ, ബാക്ക് എൻഡ് പഠിക്കണോ? പിന്നെ അത് കഴിഞ്ഞാൽ ഞാൻ പൈത്തൺ പഠിച്ചു പോയിക്കുകയാണെങ്കിൽ എനിക്ക് പിന്നെ മറ്റുള്ളതിലേക്ക് പോകാൻ കഴിയൂലേ? ഇങ്ങനെയൊക്കെ പല ഡൗട്ട്സും കുട്ടികൾ ചോദിക്കുന്നതാണ്. പഠിച്ചു തുടങ്ങുമ്പം ഏതെങ്കിലും ഒരു ലാംഗ്വേജ് വെച്ചിട്ടായിരിക്കും തുടങ്ങുക. അപ്പോൾ ആ ഒരു ലാംഗ്വേജ് ഫോക്കസ് ചെയ്തിട്ട് ചെയ്യാം. ഇപ്പോൾ റിയാക്ട് പറയുകയാണ്, അല്ലെങ്കിൽ ആംഗുലർ പറയുകയാണ്, ദീസ് ആർ ഫ്രെയിം വർക്ക്സ്, ലൈബ്രറീസ്, അതൊക്കെ നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങൾ ജാവാസ്ക്രിപ്റ്റിൽ എത്ര സ്ട്രോങ് ആണ്? ഇവൻച്വലി യു ആർ യൂസിങ് ജാവാസ്ക്രിപ്റ്റ്. നിങ്ങൾ ജാവാസ്ക്രിപ്റ്റിൽ നിങ്ങൾക്ക് എത്രത്തോളം സ്ട്രോങ് ആണ്, ദാറ്റ് മാറ്റേഴ്സ്. പിന്നെ ടെക്നോളജീസ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പം റിയാക്ട് എന്നുണ്ട്, ഒരു 2 വർഷം കഴിഞ്ഞ് റിയാക്ട് ഉണ്ടാവുമെന്ന് വി ഡോണ്ട് നോ, റൈറ്റ്? അതിനെ കടത്തിയെട്ടി വേറെ വല്ല പുതിയ ടെക്നോളജീസ് വന്നാൽ അത് മാറും. പിന്നെ ഉള്ളത് കുറേ ബേസിക്സ് നമുക്ക് എത്രത്തോളം അറിയാമെന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ നെറ്റ്വർക്കിംഗ്, ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാണ്. നെറ്റ്വർക്കിംഗ് ഇല്ലെങ്കിൽ ഫണ്ടമെൻ്റൽസ്, ഊപ്സ് കോൺസെപ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡേറ്റാ സ്ട്രക്ചേഴ്സ് കോൺസെപ്റ്റ്സ് ആയിക്കോട്ടെ. ഡേറ്റാ സ്ട്രക്ചേഴ്സ് ഒന്ന് നിങ്ങൾ കുറേ പേര് ചോദിക്കുന്ന ഒരു സംഭവം, ഡേറ്റാ സ്ട്രക്ചേഴ്സ് ആവശ്യമുണ്ടോ? കേട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അവരൊക്കെ വിചാരിക്കുന്ന ഡാറ്റാ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് വേറെ എന്തോ ഒരു ഡൊമൈൻ ജാവാസ്ക്രിപ്റ്റ് കാര്യങ്ങൾ പഠിച്ചു. നിങ്ങൾ ടോപ്പ് എൻഡ് കമ്പനീസിൽ ഒരു ഇന്റർവ്യൂ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡേറ്റാ സ്ട്രക്ചേഴ്സ് മാത്രമേ ചോദിക്കുള്ളൂ. നിങ്ങൾ ജാവാസ്ക്രിപ്റ്റിലാണോ വർക്ക് ചെയ്തത്, പൈത്തണിലാണോ വർക്ക് ചെയ്തത്, .NET ആണോ, ജാവയാണോ, ഡസൻറ്റ് മാറ്റർ. നിങ്ങളുടെ ഡേറ്റാ സ്ട്രക്ചേഴ്സ്, കാരണം അത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് എത്ര അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് ഫണ്ടമെന്റൽസിൻ്റെ എന്നാണ്. ഇപ്പം നിങ്ങളൊരു പ്രോബ്ലം സോൾവിങ് പ്ലസ് ഫണ്ടമെന്റൽസ് ജഡ്ജ് ചെയ്യാൻ പറ്റിയൊരു സംഗതിയാണ് ഡേറ്റാ സ്ട്രക്ചേഴ്സ്. ഒരു 5 year കഴിഞ്ഞതിന് ശേഷമാണല്ലോ മൈക്രോസോഫ്റ്റിലേക്ക് സ്വിച്ച് ചെയ്തത്. ആ ടൈമിലും അപ്പം കൂടുതലും ഡാറ്റാ സ്ട്രക്ചർ ആയിരുന്നു ചോദിച്ചിരുന്നത്. എന്തായിരുന്നു അവിടെ? ഇന്റർവ്യൂ ഡേറ്റാ സ്ട്രക്ചേഴ്സ് തന്നെയായിരുന്നു. അതന്നെ ഡേറ്റാ സ്ട്രക്ചേഴ്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ ഊപ്സ് അങ്ങനത്തെ സംഗതികൾ ഉണ്ടാവും. ഓക്കെ, വർക്ക് ചെയ്തിട്ടുള്ള ടെക്നോളജീസിനെ കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു? വർക്ക് ചെയ്ത ടെക്നോളജീസ് വളരെ കുറഞ്ഞ ക്വസ്റ്റ്യൻസ് ചോദിച്ചുള്ളൂ. അത് ചിലപ്പം എൻ്റെ കുറേ കൊളീഗ്സ് തന്നെയുണ്ട് ജാവ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരുണ്ട്. മൈക്രോസോഫ്റ്റിൽ ജാവ കുറവാണ്, ഉണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ കൂടുതലും .NET ഒക്കെ ആയിരിക്കും. പക്ഷേ ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവരെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്ക് ഈ ജാവനെ പറ്റി അറിയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചോദിച്ചു എന്ന് വരാം. ഓക്കെ, ടെക്നോളജിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ഇതിൽ? ഒരു ടെക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ ഒരു കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് ആണെന്നുണ്ടെങ്കിലും ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമുക്കൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, അതിനെന്തോ ആ പോയിന്റാണ് കമ്മ്യൂണിക്കേഷനിലേക്ക്. അതായത് നിങ്ങൾ വെരി ഫ്ലുവൻറ്റ് ഇംഗ്ലീഷ് പറയണം എന്നല്ല പറയുന്നത്, ബട്ട് ഇഫ് യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ് തിങ്സ് പ്രോപ്പർലി. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ ഒരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ പരസ്പരം പറയേണ്ടി വരും, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രസൻറ്റേഷൻ ചെയ്യേണ്ടി വരും, ഒരു ഡെമോ ചെയ്യേണ്ടി വരും. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ കമ്മ്യൂണിക്കേഷൻ നോക്കും. എഗെയിൻ പല റൗണ്ട്സ് ഉണ്ട്. ആ റൗണ്ടിൽ ഓരോരുത്തർക്കും അവരുടേതായ എന്തൊക്കെ ഇവാലുവേറ്റ് ചെയ്യണമെന്നുണ്ടാവും. അപ്പം അതിനനുസരിച്ച് ചോദിക്കും. ഇതിൽ വേറെ കുറച്ച് പേഴ്സണൽ കാര്യം ചോദിക്കാം. ഇതുവരെ ചോദിച്ച മൈക്രോസോഫ്റ്റ് ആ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ സ്കൂളിങ്സ് ഒക്കെ എവിടെയായിരുന്നു? നാട്ടിൽ തന്നെ ആയിരുന്നോ അതോ അബ്രോഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു? ഒരു 6th വരെ പുറത്തായിരുന്നു. പിന്നെ 7th മുതൽ 12th വരെ നാട്ടിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ BSc ആണ് ചെയ്തത്. എഞ്ചിനീയറിംഗ് അല്ല, എല്ലാവരും എഞ്ചിനീയറിങ്ങിന് പോയപ്പോൾ ഞാൻ കുറച്ച് വെറൈറ്റി ആവാമെന്ന് വിചാരിച്ചു. BSc പോയി. ഇവൻച്വലി ഐ ബിക്കേം എൻ എഞ്ചിനീയർ. ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. BSc ബാംഗ്ലൂരാണ് ചെയ്തത്, സെൻറ്റ് ജോസഫ്സ് കോളേജ്. പിന്നെ മാസ്റ്റേഴ്സ് ചെയ്തത് VIT വെല്ലൂർ. അവിടുന്നാണ് ഡിലോയിറ്റിലോട്ട് ക്യാമ്പസ് പ്ലേസ്മെന്റ് ആവുന്നത്. അന്ന് എത്രയാണെന്ന് പാക്കേജ്?
ക്യാമ്പസ് പ്ലേസ്മെന്റ് ആവുന്ന സമയത്ത് ഡിലോയിറ്റിൽ ഫസ്റ്റ് എൻട്രി ചെയ്ത സമയത്ത് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, 5 or 6 അങ്ങനെ എന്തോ ആയിരുന്നു. 6 or 5 LP ആ റേഞ്ച്. പിന്നെ അത് എത്രത്തോളം പോയി ഒരു 5 years കഴിഞ്ഞ് നമ്മൾ എത്തുമ്പോൾ ഇത് പറയണം, ഒരു റേഞ്ച് പറഞ്ഞാൽ മതി. അത് ചിലപ്പോൾ പറയാൻ പറ്റണ്ടാവില്ല, ബട്ട് എന്നാലും ഒരു മാസം ഒരു 2-3 lakhs ആ റേഞ്ച് ഉണ്ടാവും, അത്യാവശ്യം ഉണ്ടാവും. പിന്നെ എന്താ പറയുക, കുറച്ച് കഴിയുമ്പോൾ പാക്കേജ് മാത്രമല്ല, യു സ്റ്റാർട്ട് ലുക്കിംഗ് അറ്റ് അതർ തിങ്സ് ആസ് വെൽ. നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് എങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, വർക്ക് എങ്ങനെയുണ്ട്, പാക്കേജ് ഇസ് ഇമ്പോർട്ടൻറ്റ്, ഐ അഗ്രി. കുറച്ച് കഴിയുമ്പോൾ യുവർ മൈൻഡ് സെറ്റ് ഓൾസോ ചേഞ്ചസ് എ ലിറ്റിൽ ബിറ്റ്. പേഴ്സണൽ ലൈഫിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് റയാൻ്റെ ആ ഒരു ഇൻസ്റ്റാ ID നോട്ട് ചെയ്തത്. കാരണം നോർമൽ ഒരു പേരല്ല അതിലുള്ളത്, സൈക്കിൾ ഭ്രാന്ത് എന്നൊരു നെയിമിലാണ് ഇൻസ്റ്റാ ID ഉള്ളത്. എന്തൊരു സൈക്ലിങ്ങിനോട് ആ ഒരു ക്രേസ് വരാൻ ഒരു പേഴ്സണൽ ലൈഫ് ബിൽഡ് ചെയ്താണോ അതോ വേറെ എന്തെങ്കിലും? ഇല്ല, ഞാൻ സ്കൂളിംഗ് മുതലേ സ്പോർട്സിനൊക്കെ ഇഷ്ടമായിരുന്നു. അത്ര നല്ലൊരു അത്ലീറ്റ് ഒന്നും ഇല്ലായിരുന്നു, പക്ഷെ അത്യാവശ്യം ഓട്ടം ചാട്ടവും കളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ പല സ്പോർട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രിക്കറ്റ് കുറേ കളിക്കുമായിരുന്നു ആദ്യം. ഹൈദരാബാദ് കുറേ കളിക്കാറുണ്ടായിരുന്നു, കോളേജ് ടീമിന് വേണ്ടിയിട്ട് കളിച്ചിരുന്നു, ബാംഗ്ലൂർ ലീഗിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ടേക്സ് എ ലോട്ട് ഓഫ് ടൈം, പ്രാക്ടീസ് കാര്യങ്ങൾ. പിന്നെ സൈക്ലിങ് എൻ്റെ ഒരു കൊളീഗ് ഉണ്ടായിരുന്നു, മൈക്രോസോഫ്റ്റിൽ ഉള്ള ആൾ തന്നെയാണ്. അന്ന് അങ്ങനെ എൻ്റെ കൊളീഗ് അല്ല, ബട്ട് ഹി വാസ് വർക്കിംഗ് വിത്ത് us on some project as a consultant. മൈക്രോസോഫ്റ്റ് കയറിയിട്ടാണ് സൈക്ലിംഗ്? അല്ല, അതിന് മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എനിക്ക് ഫോട്ടോസൊക്കെ കാണിച്ചു തരുമായിരുന്നു. അങ്ങനെ ഞാനിന്ന് സൈക്കിൾ കൊണ്ട് ഇവിടെ പോയി, നല്ല സീനിക് പിക്ചേഴ്സ്. നമ്മൾ ചെറുപ്പത്തിൽ കുറേ സൈക്കിൾ ഓട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റിൽ അങ്ങനെ തുടങ്ങിയതാണ്. പിന്നെ അത് ദാറ്റ് ഈസ് എ വേ ടു എസ്കേപ്പ് ഫ്രോം എ ലോട്ട് ഓഫ് സ്ട്രെസ്. അങ്ങനെയുള്ളൂ, അത് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യും. പിന്നെ അതൊരു ഇഷ്ടമായി, ഇപ്പോൾ ഒരു പാർട്ട് ഓഫ് മൈ ലൈഫ് സ്റ്റൈൽ. ഡെയിലി ഇപ്പോൾ ചെയ്യാറുണ്ട്? ഓൾമോസ്റ്റ് ഡെയിലി. കൂടുതൽ കാലം ഹൈദരാബാദിലായിരുന്നു എന്ന് പറഞ്ഞല്ലോ, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കുറേ കാലം. അപ്പോൾ നാട്ടിൽ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ? അവരെ കൂടെയാണോ നാട്ടിൽ? നമ്മുടെ സ്കൂളിലുള്ള ഫ്രണ്ട്സ് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ലല്ലോ. സ്കൂളിൽ പിന്നെ കോളേജിലുണ്ടായിരുന്ന ഫ്രണ്ട്സ്, നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയാൽ യു വിൽ ഹാവ് ഫ്രണ്ട്സ്, ബട്ട് ആ ഒരു സർക്കിള് വേറെയാണ്, റൈറ്റ്? യുവർ വർക്കിംഗ് ഫ്രണ്ട്സ് ആർ ഡിഫറെൻറ്റ് ഫ്രം നിങ്ങളുടെ സ്കൂളിംഗ് ഫ്രണ്ട്സൊക്കെ. ഭയങ്കര ഇപ്പോഴും എല്ലാവരുമായിട്ടും ടച്ച് ഉണ്ട്. ഞങ്ങൾ നാട്ടിൽ വരുമ്പോൾ കൂടാറുണ്ട്. പിന്നെ നാട്ടിൽ ആദ്യമുള്ള ഫ്രണ്ട്സ് ഇവരൊക്കെ ഉണ്ട്. നാട്ടിൽ വരുമ്പോൾ ചിലപ്പോൾ എല്ലാവരെയും ഒന്നിച്ച് കാണില്ല, ചിലപ്പം കുറേ പേര് പുറത്തൊക്കെ ആയിരിക്കും. നാട്ടിൽ വരുമ്പം കാണും, കൂടും. ദാറ്റ് ഈസ് ഇറ്റ്. സൈക്ലിങ്ങിന് വരെയൊക്കെ ഉണ്ടാവാറുണ്ടോ? സൈക്ലിംഗ് ഫ്രണ്ട്സ് വേറെ തന്നെയുണ്ട്. അത് വേറെ തന്നെയാണ്. വേറെ തന്നെ കമ്മ്യൂണിറ്റി. അത് വേറെ തന്നെ ഒരു കമ്മ്യൂണിറ്റിയാണ്. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും സൈക്കിൾ ചെയ്തോളണമെന്നില്ല, ചെയ്യുന്നവരുണ്ട്. നമ്മുടെ നാട്ടിൽ ഇവിടെ മലപ്പുറത്ത് സൈക്ലിംഗ് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. കോട്ടക്കിൽ അത്യാവശ്യം നല്ലൊരു ക്ലബ്ബ് ഉണ്ട്, കോട്ടക്കിൽ സൈക്ലിംഗ് ക്ലബ്ബ്. ഓക്കെ, അപ്പോൾ ക്ലബിന്റെ കൂടെ അങ്ങനെ കമ്മ്യൂണിറ്റി ആയിട്ടാണ് അതിന്? ഇന്നും ഒരു ഗ്രൂപ്പ് റൈഡ് ആയിരുന്നു. ഞങ്ങൾ ഒരു 8 പേരെങ്ങാനും ഉണ്ടായിരുന്നു. ഗ്രൂപ്പ് റൈഡ് ആയിട്ടുണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ ചിലപ്പം ഇങ്ങനെ ഫ്രണ്ട്സ് റാൻഡായിട്ട് വിളിച്ചിട്ട് പോകും. നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് യാസിറിന്റെ ഒരു പോഡ്കാസ്റ്റ് പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അകത്ത് ആളുടെ പാക്കേജ് 3 crores ആണ്, മന്ത്ലി ഒരു 25 lakhs ആ ഒരു എമൗണ്ടിൽ. അപ്പോൾ ആസ് എ ഫ്രഷർ ആ ഒരു എമൗണ്ട്, അല്ലെങ്കിൽ ഒരു 1 CR 2 CR ആ ഒരു പാക്കേജ് എടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും, പറ്റായില്ല. ഡിപ്പെൻസ് ഏത് കമ്പനിയാണ്, പിന്നെ നിങ്ങൾ പഠിക്കുന്ന കോളേജ്. കാരണം കൂടുതലും ഈ ഹൈ പാക്കേജസ് കുറേ നിങ്ങൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും. ഗൂഗിൾ ഇത്ര ക്രോറിൻ്റെ പാക്കേജ് കൊടുത്തു, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ഇത്ര ക്രോറിൻ്റെ പാക്കേജ് കൊടുത്തു എന്ന് പറയും. അത് ഇറ്റ് ഈസ് പോസിബിൾ. പക്ഷേ വേറൊരു കാര്യം, ആ പാക്കേജിൽ മോസ്റ്റ് ഓഫ് ദാറ്റ് കോമ്പണൻറ്റ് വുഡ് ബി സ്റ്റോക്സ്. ഓക്കെ, കൂടുതലും സ്റ്റോക്ക് ആയിരിക്കും. നിങ്ങളുടെ ബേസ് സാലറി ഉണ്ടാവും, വുഡ് ബി എ ഡീസെൻറ്റ് എമൗണ്ട്, ബട്ട് കൂടുതലും സ്റ്റോക്ക് യൂണിറ്റ്സ് ആയിരിക്കും. ആ സ്റ്റോക്ക് യൂണിറ്റ്സും ഒരു നിശ്ചിത കാലത്തിനുള്ളിൽ വേസ്റ്റ് ആവുകയുള്ളൂ. എന്നിട്ട് നിങ്ങൾക്ക് അത് നിങ്ങളുടെ സ്റ്റോക്കായിട്ട് കിട്ടുള്ളൂ. നിങ്ങൾക്ക് അത്ര അലോട്ട് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ് ആ പാക്കേജിൽ അവർ പറയാം. ഓക്കെ, ഇപ്പോൾ മൈക്രോസോഫ്റ്റിൽ അങ്ങനെ റയാൻ എന്തെങ്കിലും സ്റ്റോക്ക് ഉണ്ടോ? മൈക്രോസോഫ്റ്റിൽ എല്ലാ എംപ്ലോയീസിനും സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ, അത് ഇത്ര ഇയർ അവിടെ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് നമ്മളെ സ്റ്റോക്കായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ? ഡിപ്പെൻസ്, അഗെയിൻ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഹയേഴ്സ് ഹാപ്പൻ. അപ്പം നിങ്ങളെ ഹയറിങ്ങിൻ്റെ ടൈമിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു സ്റ്റോക്ക് ഇത്ര യൂണിറ്റ്സ് സ്റ്റോക്ക് തരാം. പിന്നെ എല്ലാ ഇയറും ഡിപ്പെൻഡിങ് ഓൺ യുവർ പെർഫോമൻസ് സാലറി ഇൻക്രീസ് ചെയ്യുന്ന പോലെ തന്നെ. അതെ, എല്ലാ ഹൈക്ക് സൈക്കിളിലും നിങ്ങൾക്കൊരു നിശ്ചിത സ്റ്റോക്ക് യൂണിറ്റ്സും ഉണ്ടാവും. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ 3 or 4 years വേസ്റ്റ് ആവുകയുള്ളൂ. ഈ ഡിവൈഡായിട്ട് കുറച്ച് സ്റ്റോക്കായിട്ട് കയറുള്ളൂ. അപ്പം നിങ്ങൾ ആ ഒരു ഡ്യൂറേഷനുള്ളിൽ നിങ്ങൾ കമ്പനി വിടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ 4 years വെസ്റ്റ് ചെയ്യേണ്ട ഒരു യൂണിറ്റ് ആണ് എന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾ 2 വർഷം കമ്പനിയിൽ നിന്നാൽ 2 വർഷം എത്രത്തോളം വെസ്റ്റായി അത് നിങ്ങൾക്ക് എടുക്കാം. ബാക്കിയുള്ളത് ലാപ്സായി. ഓക്കെ, ഇതിൽ നമ്മൾ സ്റ്റോക്ക് കിട്ടാന്ന് പറഞ്ഞല്ലോ, നമ്മൾ ആ ഒരു ഇയർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റോക്ക് നമ്മളാവും എന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെയാണ് നമുക്ക് എമൗണ്ട് ആയിട്ട് അത് എടുക്കാൻ പറ്റുമോ, അതോ ആസ് എ സ്റ്റോക്ക് എന്നുള്ള രീതിക്ക് നമ്മുടെ ഇതിൽ കിടക്കുന്നതാണോ? നിങ്ങൾക്ക് ഇപ്പോൾ നാട്ടിലിപ്പോൾ സെറോദയൊക്കെയുള്ള പോലെ മൈക്രോസോഫ്റ്റ് US ലിസ്റ്റഡ് കമ്പനിയാണ്. അപ്പം അവിടുത്തെ ഒരു ബ്രോക്കറായിട്ട് നിങ്ങളൊരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടാവും. നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ അവർ ആ സെറ്റപ്പ് ഒക്കെ ചെയ്തു തരും. അതിനുശേഷം നിങ്ങളുടെ വെസ്റ്റ് ആവുന്ന സ്റ്റോക്ക് ആ അക്കൗണ്ടിൽ വരും.
ദാറ്റ് ഈസ് യുവർ അക്കൗണ്ട്. നമുക്ക് ബാക്കി അപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ സെല് ചെയ്യാം ആ ആ സ്റ്റോക്ക്. നിങ്ങൾക്ക് വേണ്ടുമ്പോൾ ഇപ്പം നമ്മൾ നാട്ടിലെ സ്റ്റോക്ക് മേടിക്കുന്ന പോലെ തന്നെ വേണ്ടുമ്പോൾ സ്റ്റോക്ക് സെല് ചെയ്യുക, ഹോൾഡ് ചെയ്യണമെങ്കിൽ ഹോൾഡ് ചെയ്യുക. അതെല്ലാവർക്കും ഉണ്ടാവും, എല്ലാ ലെവലിലും അതുണ്ടാവും. ചിലപ്പോൾ ന്യൂസിലൊക്കെ വരാറുണ്ട്, ഗൂഗിളിൻ്റെ CEO ഇത്ര സ്റ്റോക്ക് ചിലപ്പോൾ വിറ്റു. അവരുടെയൊക്കെ ഹ്യൂജ് എമൗണ്ട്സ് ഉണ്ടാവും. അപ്പോൾ അവർ വിൽക്കുമ്പോൾ തന്നെ ന്യൂസ് ആവും. ആക്ച്വലി ഇപ്പോൾ ഒരു എംപ്ലോയി ഇവിടെ കയറുകയാണെങ്കിൽ ആൾക്ക് ഒരു ഇത്ര എമൗണ്ട് ഓഫ് സ്റ്റോക്ക് കിട്ടും. അത് depends ആണോ? അതും ഡിപ്പെൻസ് ആണ്. അത് നിങ്ങളുടെ ഹയറിങ് ഏത് ടീമിലേക്കാണ് അതിനൊക്കെ അനുസരിച്ച് നിൽക്കും. ഓക്കെ, അവിടെ പാക്കേജ് പോലെ തന്നെ നമുക്ക് അത് നെഗോഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് സ്റ്റോക്ക്. നിങ്ങൾ എപ്പോഴെങ്കിലും സ്റ്റോക്ക് വിറ്റാണ്ട് പൈസ ആക്കിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ എൻ്റെതൊക്കെ എപ്പോഴും ഹോൾഡിങ്ങിലാണുള്ളത്. ഹോൾഡിൽ തന്നെയാണ്. പക്ഷേ എൻവിഡിയ ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എൻവിഡിയയുടെ സ്റ്റോക്സ് ഇപ്പം AI വന്നതിന് ശേഷം നന്നായിട്ട് കൂടി. അപ്പം അന്ന് ഹോൾഡ് ചെയ്തവരുണ്ടെങ്കിൽ ഇന്നത് കോടിക്കണക്കിന് രൂപയുടെ സ്റ്റോക്കാണ്. അപ്പം സ്റ്റാർട്ടപ്സിൽ വരെ പ്രോഗ്രാംസ് ഉണ്ട് വേർ ദ ഗിവ് എ ഷെയർ ഓഫ് ദ കമ്പനി. അത് അവരുടെ ഇഷ്ടമാണ്, ഹോൾഡ് ചെയ്യണോ സെല് ചെയ്യണോ എന്നുള്ളത്. ടോട്ടൽ ഒരു 8 വർഷം എക്സ്പീരിയൻസ് ആയി, മാസ്റ്റേഴ്സ് കണ്ടിട്ടുണ്ട്. എത്ര വയസ്സായി? കണ്ട എത്ര 18 വന്നു. ഓ, ഈ ഒരു ഹെയർ സ്റ്റൈൽ എവിടെ വന്നത്? ഹെയർ സ്റ്റൈല് ഞങ്ങളുടെ CEO ഇങ്ങനെയാണ്, പക്ഷെ അതുകൊണ്ട് വെച്ചതല്ല. മൊത്തത്തിൽ എടുത്താണോ? ആ മുടി ഇങ്ങനെ പോയി തുടങ്ങി, പിന്നെ അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു സ്റ്റൈലാക്കി. രസമുണ്ട്. നമ്മളെ ബ്രോ ക്യാമ്പിലുള്ള സ്റ്റുഡൻസിനായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്തപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? അത് ഭയങ്കര ക്യൂരിയസ് ആണ്. അത് IT ഫീൽഡിൽ വേണ്ടൊരു സംഭവമാണ് ആ ക്യൂരിയോസിറ്റി. ഇതെങ്ങനെ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ചെയ്യാൻ പറ്റുമോ, ഇല്ലെങ്കിൽ ഇതെങ്ങനെയാണ്, ആ ഒരു ക്യൂരിയോസിറ്റിയിൽ നിന്നാണ് നമ്മൾ കൂടുതൽ റെഫർ ചെയ്തിട്ട് പഠിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ സെൽഫ് ലേണിംഗ് ആണ്. IT അത് തന്നെയാണ് കാര്യമായിട്ട്. നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ച് എന്താണ് നിങ്ങളൊരു ഫീഡ്ബാക്ക്, നിങ്ങൾ ഇതുവരെ അറിഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട്? സെൽഫ് ലേണിംഗ് ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റാണ്. കാരണം നമ്മുടെ ഇൻഡസ്ട്രിയിൽ ചെയ്യുന്നത് സെൽഫ് ലേണിംഗ് ആണ്. നമുക്കാരും ചിലപ്പോൾ ഉണ്ടാവും, ട്രെയിനിങ്സ് ഉണ്ടാവും, ഇല്ലയെന്നല്ല. പക്ഷേ ഒട്ടുമിക്ക കാര്യങ്ങളും ഓൺ എ ഡെയിലി ബേസിസ് നമ്മൾ ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ എനിക്ക് നാളെ ചെയ്യേണ്ട വർക്ക് ചിലപ്പോൾ എനിക്കറിയാത്ത സംഗതിയായിരിക്കും. അത് എന്നോട് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യേണ്ടി വരും. എൻ്റെ ഒരു വർക്കിൽ അങ്ങനെയാണ് ഉണ്ടാവാറ്. ദർ ഇസ് എ ലോട്ട് ഓഫ് അൺനോൺസ്. നമ്മളിത് റെഫർ ചെയ്ത് വായിച്ച് പഠിച്ചിട്ടാണ്. ഡെയിലി പുതിയ കാര്യങ്ങളായിരിക്കും ഓരോ. അത് വർക്കിനനുസരിച്ചിരിക്കും. ഇപ്പം റെഗുലർ കോഡിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ അറിയുണ്ടാവും. പക്ഷെ അതിൽ നമുക്ക് എങ്ങനെ ആ കോഡിൻ്റെ എഫിഷ്യൻസി കൂട്ടാം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം ഡേറ്റ സ്ട്രക്ചേഴ്സ് എടുത്തപ്പം നമ്മൾ പറഞ്ഞു അത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. അതിൻ്റെ ഇമ്പോർട്ടൻസ് വിൽ കം വെൻ യു ആർ റൈറ്റിംഗ് ദാറ്റ് കോഡ്. ലൈക്ക് ഒരു ഹൈ എൻഡ് പ്രൊഡക്റ്റ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. അതിൻ്റെ യൂസേജ് നിങ്ങൾ ഈ സാധാരണ ഡെവലപ്പ് ചെയ്യുന്നൊരു വെബ്സൈറ്റ് മാതിരിയാവില്ല. കോടിക്കണക്കിന് യൂസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അത് സ്കെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഒരു 2 ഫോർ ലൂപ്പ് എഴുതിയാൽ, n² കോംപ്ലക്സിറ്റിയിലുള്ള കോഡ് എഴുതിയാൽ നിങ്ങളുടെ CPU യൂട്ടിലൈസേഷൻ കൂടുതലായിരിക്കും. അപ്പം നിങ്ങൾക്ക് അത് ഒപ്റ്റിമൈസ് ചെയ്ത് O(n) ആക്കാൻ പറ്റും. CPU യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് കോസ്റ്റാണ്. ഞാൻ അതിൽ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഊബറിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു പോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തും അവർ ചെയ്യിപ്പിക്കുന്ന വളരെ ബേസിക് സാധനങ്ങളാണ്. പിന്നെ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതെങ്ങനെ ബെറ്റർ ആക്കാം, അതിൻ്റെ എഫിഷ്യൻസി എങ്ങനെ കൂട്ടാം. ഒരു 1 hour ഇൻ്റർവ്യൂവിൽ കംപ്ലീറ്റ് ചെയ്താണ് ചെയ്യിപ്പിക്കുന്ന കാര്യം. വളരെ ബേസിക് ആയിട്ട് ചെയ്തു വന്ന അത് ഇൻ്റർവ്യൂസ് സ്പെഷ്യലി ഡേറ്റ സ്ട്രക്ചേഴ്സ് അറ്റൻഡ് ചെയ്യുമ്പോൾ അതിനൊരു സ്ട്രക്ചർ ഉണ്ട്, നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം തന്നിട്ട് O(n) സോൾവ് ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് എല്ലാണ്ടും ചെയ്യാം. അതായത് നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് നമ്മൾ ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറയാം ഇൻ്റർവ്യൂവറോട്, എനിക്ക് ഇങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ വരുന്നത്. നിങ്ങൾ അതിനനുസരിച്ച് ആദ്യം ഒരു റഫ് പ്രോഗ്രാം എഴുതുക. എന്നിട്ട് ഇൻ്റർവ്യൂവറോട് പറയാം ഇതിൻ്റെ കോംപ്ലക്സിറ്റി ഇത്രയാണ്, ബട്ട് ലെറ്റ് മീ ട്രൈ റെഡ്യൂസിങ് എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് നിങ്ങൾ അത് O(n) ആക്കി എടുക്കുക. ഓക്കെ, ആദ്യം കുറച്ച് വേഴ്സ്റ്റ് കേസ് ചെയ്തിട്ട്. അല്ല, വേഴ്സ്റ്റ് അങ്ങനെയല്ല ഞാൻ പറയുന്നത്, എപ്പോഴും അങ്ങനെ ചെയ്യണം എന്നല്ല. ചിലപ്പം എല്ലാ ഇൻ്റർവ്യൂസും അതിനുള്ള ടൈം തന്നോളണം എന്നില്ല. പക്ഷെ നിങ്ങൾക്ക് അത് പറയാം. പക്ഷെ ഇൻ്റർവ്യൂവിന് എന്ന് പറഞ്ഞാൽ നമ്മൾ പോർട്രേ ചെയ്യണം, നമുക്കിത് അറിയാമെന്നുള്ളത്. ദാറ്റ് ആസ്പെക്ട് ഇസ് ഇമ്പോർട്ടൻറ്റ്. അപ്പം എനിക്ക് ഒരു O(n², O(n) ആക്കാനും അറിയാം. ഇല്ലെങ്കിൽ നിങ്ങൾ ആ കോഡ് എഴുതണമെന്നില്ല. നിങ്ങൾ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി, ഇത് ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ചിൽ എനിക്ക് ഇങ്ങനെ ഒരു സൊല്യൂഷനാണ് മനസ്സിൽ വരുന്നത്, പക്ഷേ അതിൻ്റെ കോംപ്ലക്സിറ്റി O(n² ആണ്. ലെറ്റ് മീ തിങ്ക് ഓഫ് എ ബെറ്റർ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ബെറ്റർ സൊല്യൂഷൻ കൊടുക്കാം. ആ ഒരു സ്ട്രക്ചർ വേണം എസ്പെഷ്യലി ഡേറ്റ സ്ട്രക്ചേഴ്സിൽ. കാരണം അത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ പോർട്രേ ചെയ്യണം ദാറ്റ് യു നോ തിങ്സ്. ഇൻ്റർവ്യൂവിൽ നിങ്ങൾ ചോദിക്കുന്ന മുന്നേ നിങ്ങൾ പറയണം ഇതിൻ്റെ കോംപ്ലക്സിറ്റി ഇങ്ങനെയാണ്. ഇപ്പോഴുള്ള കമ്പനിയിൽ ഇൻ്റർവ്യൂ പാനലിലൊക്കെ ഇരിക്കാറുണ്ടോ നിങ്ങൾ? ഇൻ്റർവ്യൂസ് എടുക്കാറുണ്ട്. നമ്മൾ ബ്രോ ക്യാമ്പ് എന്നുള്ള ഒരു 4 കുട്ടികളുടെ പ്രൊഫൈൽ തന്നാൽ നിങ്ങൾ എടുക്കുമോ? റെഫർ നമുക്ക് ചെയ്യാം, ഏത് എംപ്ലോയിക്കും റെഫർ ചെയ്യാം. പക്ഷേ റെഫറൻസും ഇൻ്റർവ്യൂ കോൾ വരുമെന്ന് ഗ്യാരണ്ടീഡ് അല്ല. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ അവർ ഷോർട്ട് ലിസ്റ്റ് ആവുമോ
എന്നുള്ളതിനനുസരിച്ച്. ഇത് നമ്മൾ അപ്ലൈയിങ് പ്രോസസ്സ് ഒക്കെ എങ്ങനെയാണ് ഇപ്പോൾ മൈക്രോസോഫ്റ്റ് അത് അല്ലെങ്കിൽ ഇതുപോലത്തെ വലിയ MNCസിലൊക്കെ ഇപ്പോൾ കുറേ സ്റ്റുഡൻസ് പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമ്മൾ കുറേ അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ മെയിൽ ചെയ്തു, കോൾ ബാക്ക് വന്നില്ല, റെസ്പോൺസ് വരുന്നില്ല. അപ്പോൾ അവിടെ ഹിറ്റ് ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ HR ഒരു കോൾ ബാക്കിന് വരാൻ അതിന് വേറെ എന്തെങ്കിലും സൊല്യൂഷൻസ് ഉണ്ടോ? അതോ റെസ്യൂമേ സ്റ്റാൻഡ് ഔട്ട് ചെയ്യണം എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യം, നല്ലൊരു റെസ്യൂമേ ആയിരിക്കണം എന്നുള്ളത്. പിന്നെ ടോപ്പ് MNCസിലുള്ളൊരു ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് പേര് അപ്ലൈ ചെയ്യുന്നുണ്ട്. വോളിയം ഭയങ്കര ഹൈ ആണ് പ്രൊഫൈൽസിൻ്റെ, അപ്ലിക്കേഷൻസിൻ്റെ. ഇപ്പം ഞാൻ മൈക്രോസോഫ്റ്റിൽ കുറേ പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ടുണ്ട്. എൻ്റെ കരിയർ പോർട്ടൽ എടുത്ത് നോക്കിയാൽ അതിൽ കുറേ ഉണ്ടാവും നോട്ട് സ്റ്റാർട്ടഡ്, ഇൻ്റർവ്യൂ നോട്ട് സ്റ്റാർട്ടഡ് അല്ലെങ്കിൽ നോട്ട് പിക്ഡ് അപ്പ് എന്ന് പറഞ്ഞിട്ട് ഇഷ്ടം. ഞാൻ അത്യാവശ്യം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതല്ലാണ്ട് നമ്മുടെ പിന്നുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റെഫറൽസ് ആണ്. റെഫറൽസും ഗ്യാരണ്ടീഡ് അല്ല. നിങ്ങൾക്കൊരു റെഫറൽ ഇപ്പോൾ എന്നോട് ഒരാൾ ചോദിക്കുകയാണ് ക്യാൻ യു റെഫർ മീ, ഞാൻ റെഫർ ചെയ്യാറുണ്ട്, പക്ഷേ അത് ഗ്യാരണ്ടീഡ് അല്ല. നിങ്ങൾക്ക് ഒരു കോള് വരുന്നുള്ളൂ, പിന്നെ അത് ഗ്യാരണ്ടീഡ് അല്ല. പുതിയതായിട്ട് വരുന്ന കുട്ടികളുണ്ടാവുമല്ലോ, അവർ നിങ്ങളുടെ അണ്ടറിൽ വരില്ലേ? അതെ, ഇപ്പോൾ മൈക്രോസോഫ്റ്റിൽ കൂടുതലും അറ്റ്ലീസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല, ഇനി വേറെ പ്രോസസ്സ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അവരൊരു ഇന്റേൺഷിപ്പ് ചെയ്തിട്ട് പിന്നീടാണ് അവർക്കൊരു ഓഫർ റോൾ ഔട്ട് ചെയ്യുക. അത് നമ്മുടെ മൈക്രോസോഫ്റ്റിന്റെ സ്റ്റുഡന്റ് പ്രോഗ്രാം ഒക്കെ ഒരു ഇന്റേൺഷിപ്പ് അല്ല, സ്റ്റുഡൻറ് പ്രോഗ്രാം ഇന്റേൺഷിപ്പ് അല്ല, അത് വേറൊരു സംഗതിയാണ്. സ്റ്റുഡൻറ് പ്രോഗ്രാം മാതിരിയുള്ള വേറൊരു പ്രോഗ്രാം ഉണ്ട്, MVP എന്ന് പറഞ്ഞിട്ട്, മോസ്റ്റ് വാല്യുവബിൾ പ്രൊഫഷണൽ എന്ന് പറഞ്ഞിട്ട്. മൈക്രോസോഫ്റ്റ് അതെ, അപ്പം മൈക്രോസോഫ്റ്റ് കൊടുക്കുന്ന ഒരു ടൈറ്റിലാണ്. അപ്പോൾ നിയാസിന് ഒരു MVP ആവണമെന്നുണ്ടെങ്കിൽ നിയാസ് മൈക്രോസോഫ്റ്റിൻ്റെ ടെക്നോളജീസിനെ പറ്റി നിയാസ് ഇങ്ങനെ കുറേ സെഷൻസ് ചെയ്യാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ ഭയങ്കര ആക്റ്റീവാണ്. നിയാസിന് എല്ലാ ഇയറും കൊടുക്കുന്നതാണ്. അവർ എന്നിട്ടൊരു ബാഡ്ജ് ഒക്കെ തരും, ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ട് ഓരോ വർഷത്തെ ചെയ്തിട്ട് ഒരു ബാഡ്ജ്. അതുപോലെയുള്ള സ്റ്റുഡൻസിൻ്റെ ഒരു പ്രോഗ്രാമാണ് MSP, എസ്പ്രസ് ഐനോ. ഞാനും MSP ആയിരുന്നു കോളേജിൽ പഠിക്കുന്ന ടൈമിൽ. അത് നമുക്ക് അപ്ലൈ ചെയ്ത് നമ്മൾ കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ടെന്ന് കാണിച്ചാൽ കിട്ടുന്നതാണ്. ഇപ്പോൾ ആ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, പക്ഷെ അങ്ങനെ MSP എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് സ്റ്റുഡൻറ് പ്രോഗ്രാം ഇപ്പോൾ റണ്ണിംഗ് ആണ് തോന്നുന്നത്. MVP-നെ കുറിച്ച് ഞാൻ കേട്ടില്ല. MVP കുറേ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്ന പ്രൊഫഷണൽസ് ഒക്കെ കുറേ MVPs ഉണ്ട്. അതെ, അവർക്ക് ആ ഒരു ബാഡ്ജാണ്, മൈക്രോസോഫ്റ്റ് കൊടുക്കുന്ന ബാഡ്ജാണ്. നിങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ബ്രോക്യാമ്പ് പറഞ്ഞ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് അറിയുന്നത്, നമ്മുടെ ഈ ചാനലിനെ കുറിച്ച് ആദ്യമായിട്ട് എങ്ങനെയാണ് അറിയുന്നത്? എൻ്റെ സിസ്റ്റർ ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സിസ്റ്റർ അപ്പോൾ പറഞ്ഞിട്ടുണ്ടോ എന്താണ് പ്രോഗ്രാം, എങ്ങനെ കാര്യങ്ങളെന്നുള്ളതൊക്കെ? കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളും പിന്നെ ഫാമിലിയിൽ കുറേ എഞ്ചിനീയേഴ്സാണ് ഞങ്ങൾ കൂടുതൽ, എൻ്റെ ബ്രദർ ഒഴിച്ച് എല്ലാവരും സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സാണ്. ഓ, എല്ലാവരും ഫാമിലിയിൽ സോഫ്റ്റ്വെയർ എല്ലാവരും വർക്ക് ചെയ്യുന്നില്ല ഇപ്പോൾ, ബട്ട് പലരും. അതെ. ഓക്കെ, ഏത് ഹബിലായിരുന്നു? കൊച്ചിയിലായിരുന്നു അതോ കാലിക്കറ്റായിരുന്നു? ഇവിടെ കാലിക്കറ്റ് ആയിരുന്നു. കാലിക്കറ്റായിരുന്നു. ഇപ്പം എന്ത് പ്ലേസ്ഡ് ആയോ, വർക്കിംഗ് ആണോ? പ്ലേസ്ഡ് ആയി. അവളിപ്പോൾ ഒരു ബ്രേക്ക് എടുത്തിട്ടാണുള്ളത്. ഏത് ഡൊമൈൻ ഏത് എടുത്തിട്ടുണ്ടായിരുന്ന? അവള് ഫ്ലട്ടർ ആയിരുന്നു, മൊബൈൽ ഡെവലപ്മെന്റ് ആയിരുന്നു. അതെ. ഒരുപാട് കാലം വർക്ക് ചെയ്തതോ? കുറച്ച് അവൾ ഹൈദരാബാദ് ഉണ്ടായിരുന്നു ഫോർ സം ടൈം. ഹൈദരാബാദ് തന്നെയായിരുന്നു, ഞങ്ങളുടെ കൂടെ തന്നെ ആയിരുന്നു. ഇപ്പോൾ ഒരു ബ്രേക്ക് എടുത്തിട്ടുള്ള. ഓക്കെ, പിന്നെ ജോലി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ? നോക്കുന്നുണ്ട് ഇപ്പോൾ. ഇപ്പോൾ ഏകദേശം 8 years ആയല്ലോ ഡെവലപ്പറായിട്ട്. ഇപ്പോൾ 3 years ലാസ്റ്റ് മൈക്രോസോഫ്റ്റിലാണ്. ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാനുകൾ? ഫ്യൂച്ചർ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. ഇനിയും കുറേ പ്രൊഡക്ട്സ് ഡെവലപ്പ് ചെയ്യണം, ഇനിയും കുറേ പഠിക്കാനുണ്ട്. ഇപ്പം AI-ൻ്റെ ടൈമാണ്, ഇപ്പം ഫുൾ AI കത്തി നിൽക്കുന്ന ഒരു ടൈമാണ്. AI റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രൊജക്ട്സ് ഞങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഓൾറെഡി, ബട്ട് അങ്ങനെയൊക്കെ കുറച്ച് വർക്ക് ചെയ്യണമെന്നുണ്ട്. ഇനിയിപ്പോൾ ഈ എംപ്ലോയ്മെന്റ് രീതിക്ക് തന്നെ പോകാനാണോ, അതോ ഇപ്പം നമ്മൾ ബാക്കിയുള്ള കണ്ടിട്ടുണ്ട് മൈക്രോസോഫ്റ്റ് കാലം വർക്ക് ചെയ്തു, സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ കമ്പനി തുടങ്ങി സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാൽ അങ്ങനെ ഒരു സ്റ്റാർട്ടപ്പിന് ഒരു വേറെ തന്നെ മൈൻഡ് വേണം. അത് എനിക്ക് ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. മൈക്രോസോഫ്റ്റിൽ മലയാളീസ് ഉണ്ടോ? എങ്ങനെയാണ് അവിടെ? മലയാളീസ് ഉണ്ട്. കൾച്ചർ ഭയങ്കര ഇൻക്ലൂസീവാണ്. അതായത് ഹയറിങ് ഇപ്പം നടക്കുകയാണെങ്കിൽ തന്നെ ഒരു കുറേ ഇൻക്ലൂഷൻ പാരാമീറ്റേഴ്സ്, അത് മൈക്രോസോഫ്റ്റ് എന്നല്ല, ഓൾ ദ കമ്പനീസ് ഡു ദാറ്റ്. റീജിയൻ വൈസ് അങ്ങനെ ഒരു ബയാസും തോന്നുന്നില്ല. ഇപ്പം നിങ്ങൾ മൈക്രോസോഫ്റ്റിൻ്റെ ഒരു പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ തന്നെ മൈക്രോസോഫ്റ്റിൻ്റെ പ്രൊഫൈലിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ടാവും ബയാസ് ഇല്ലാണ്ടാണ് ഹയറിങ്ങും ഇതുണ്ടാവുക, നിങ്ങൾ ഏത് ബാക്ക്ഗ്രൗണ്ടാണ്. ദാറ്റ് ഡസൻറ്റ് മാറ്റർ. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ റീജിയൻ മാത്രമല്ല, ഈവൻ പീപ്പിൾ വിത്ത് സ്പെഷ്യൽ എബിലിറ്റീസ്. മൈക്രോസോഫ്റ്റിൽ കുറേ കമ്മ്യൂണിറ്റീസ് ആയിട്ടുള്ള ഒരിതുണ്ട്, എന്താ അതിൻ്റെ പേര് ഞാൻ മറന്നു, ബട്ട് എല്ലാത്തിനും കമ്മ്യൂണിറ്റീസ് ഉണ്ട്. LGBTQ+ കമ്മ്യൂണിറ്റീസ് ഉണ്ട്, പ്രൈഡ് റിലേറ്റഡ് വാക്സ് ഒക്കെ നടക്കാറുണ്ട് ക്യാമ്പസിൽ. അപ്പം എല്ലാ ഇൻക്ലൂസീവ് ആയിട്ടുള്ളൊരു എൻവയൺമെൻ്റ് ആണ്. ഓക്കെ, ഇപ്പം മൈക്രോസോഫ്റ്റിലൊരു 3+ years ആയി മൈക്രോസോഫ്റ്റിൽ. ഇപ്പം 3 വർഷം എക്സ്പീരിയൻസ് ഒരാൾക്ക്, അല്ലെങ്കിൽ ഒരു ടോട്ടൽ 8 years, മൈക്രോസോഫ്റ്റിൽ 3 years ആയി, മന്ത്ലി ഒരു എത്ര സാലറി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം? അല്ലെങ്കിൽ എത്ര? നേരത്തെ പറഞ്ഞ ഡീസെന്റ് എമൗണ്ട്, ഒരു 3-4. ഇതിൽ വേറൊരു ഫാക്ടർ ഉണ്ട്, ടാക്സ് ഭയങ്കര ഒരു വലിയ ഫാക്ടറാണ്. 4 ലക്ഷം എന്ന് പറഞ്ഞാൽ 1 ലക്ഷം ഗവൺമെന്റിന് കൊടുക്കണം. എത്ര ഒരാൾക്ക് വാങ്ങാൻ പറ്റും? അത് നിങ്ങളുടെ ടീമിനനുസരിച്ച് ഇരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഇത്
ടോട്ടൽ പാക്കേജ് നോക്കുമ്പോൾ നിങ്ങളുടെ ബേസ് സാലറി മാത്രമല്ല, സ്റ്റോക്സ് ഉണ്ടാവും, പിന്നെ ബോണസ് ഉണ്ടാവും. അതൊക്കെ കുറേ പെർഫോമൻസ് ബേസ്ഡ് ആണ്. നമ്മൾ പാക്കേജിനെ പറ്റി പറയുമ്പോൾ നമ്മൾ പറയാം അതൊരു ഫിംഗർ പ്രിൻ്റ് ആണ്. അത് ഡിഫറെൻ്റ് ആയിരിക്കും ഓരോരുത്തർക്കും. ഇപ്പോൾ ഒരേ ലെവലിൽ വർക്ക് ചെയ്യുന്ന 2 പേർക്ക് തന്നെ ഭയങ്കര ഡിഫറെൻറ്റ് പാക്കേജസ് ആയിരിക്കും. ഭയങ്കര ഡിഫറെൻ്റ് അല്ല, ഒരു റേഞ്ച് ഉണ്ടാവും. ഇന്ന റോളിന് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലാണ് പാക്കേജ് ഉണ്ടാവുന്നത്. ബട്ട് ഇറ്റ് വുഡ് ബി ഡിഫറെൻറ്റ് ഡിപ്പെൻഡിങ് ഓൺ ഹൗ ദേ ഹവ് പ്രോഗ്രസ്ഡ് ഇൻ ദെയർ കരിയർ. വർക്കിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഏത് സൈഡിലിരിക്കാനാണ്? കോഡിങ്ങിലിരിക്കാനാണോ അതോ പ്ലാനിങ്ങിലിരിക്കാനാണോ, അതുപോലെ സെക്യൂരിറ്റി സൈഡോ അല്ലെങ്കിൽ ട്രെയിനിങ് സൈഡോ, അങ്ങനെ ഏതിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക്? കോഡിങ് ഓഫ് കോഴ്സ്. കോഡിംഗ് എന്ന് പറഞ്ഞാൽ കരിയർ ഇങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ച് കുറേ മാറിക്കൊണ്ടിരിക്കും. കോഡിങ് ഇപ്പം ഫ്രഷറായിട്ട് വരുന്ന ആൾ കോഡിങ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. പക്ഷേ നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് കോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതൽ ആലോചിക്കുക ഒപ്റ്റിമൈസ്ഡ് കോഡ്, സെക്യൂരിറ്റി, പിന്നെ കുറച്ച് കഴിയുമ്പം ആർക്കിടെക്ചർ, ഡിസൈൻ. അപ്പം അത് മാറിക്കൊണ്ടിരിക്കും. എൻ്റെ ഇപ്പോഴത്തെ ഫേസ് മേ ബി അതായിരിക്കും. എനിക്ക് ആർക്കിടെക്ചർ ഇഷ്ടമാണ്. പുതിയ സിസ്റ്റംസ് ഡിസൈൻ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഹൈലി സ്കെയിലബിൾ ആയിട്ടുള്ള സിസ്റ്റംസ് എങ്ങനെ ഡിസൈൻ ചെയ്യുക, അതുപോലെ തന്നെ സെക്യൂരിറ്റി വലിയൊരു ഫാക്ടറാണ്. അടുത്തതായിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ AI ആണെന്നാണ് പറയുന്നത്. അങ്ങനത്തെ AI ഞാൻ ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട്. AI ഐ തിങ്ക് ഇപ്പം മൈക്രോസോഫ്റ്റ് കുറേ AI പ്രൊഡക്ട്സ് കൊണ്ടുവന്നു. വേവ് 2 കുറച്ച് മുന്നേ അനൗൺസ് ചെയ്തിരുന്നു. അപ്പം AI ഓൾറെഡി കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്, കുറച്ചും കൂടെ ചെയ്യണം. ഓക്കെ, നമുക്കിപ്പോൾ മൈക്രോസോഫ്റ്റിൽ നിന്ന് ലേറ്റസ്റ്റ് ആയിട്ട് വന്നാണ് കോപ്പൈലറ്റ് AI ഒക്കെ എല്ലാ ലാപ്ടോപ്പിലേക്കും വന്നത്. അതെ, അങ്ങനത്തെ ടൂളിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾ? അത് ഡയറക്റ്റ് ആയിട്ട് ഐലൻഡ് ആയിരിക്കും വർക്ക് ചെയ്യുന്നത്? എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത്? വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ എന്നാണ്. ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ എന്നാണ് ഉദ്ദേശിച്ചത്. എൻ്റെ ടീം ഡയറക്ട്ലി കോപ്പൈലറ്റ് ടീമിലല്ല ഞാൻ, അത് വിൻഡോസ് ടീംസ് ഒക്കെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷേ ഞങ്ങളുടെ പ്രൊജക്ട്സിലും AI ഉണ്ട്. AI എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഗെയിം ചേഞ്ചർ. ലോട്ട് ഓഫ് തിങ്സ്, റൈറ്റ്? ലൈക്ക് നിങ്ങൾക്ക് ഒരാൾ ചെയ്യുന്ന സംഗതി AI-നെ കൊണ്ട് ചെയ്യിക്കാം ഇഫ് യു ഹാവ് ഡിസൈൻഡ് ഇറ്റ് പ്രോപ്പർലി. അതിൽ വേറൊരു ചോദ്യമാണ്, ഇപ്പോൾ ഒബ്വിയസ്ലി കേട്ടോണ്ടിരിക്കുന്ന സാധനം, AI വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡെവലപ്പേഴ്സിനെ റീപ്ലേസ് ചെയ്യോ എന്നൊരു കേസ്. ഡെവലപ്പേഴ്സിന് പണി പോകും, പഠിച്ചിട്ട് AI എല്ലാം ചെയ്യുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. കുറച്ചൊക്കെ നിങ്ങൾ തന്നെ AI എഴുതിയ കോഡ് കറക്റ്റ് ആണോ നോക്കണ്ടേ. AI ഗിറ്റ്ഹബിന്റെ ഒരു കോപ്പൈലറ്റ് ഉണ്ട്. ഗിറ്റ്ഹബും മൈക്രോസോഫ്റ്റ് അക്വയർ ചെയ്താണ്, മൈക്രോസോഫ്റ്റിന്റെ കീഴിൽ തന്നെ വരുന്നതാണ്. ഗിറ്റ്ഹബ് കോപ്പൈലറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഉണ്ട്, പെയ്ഡാണ്. അത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് മനസ്സ് വായിച്ചെടുക്കുന്നുണ്ട്. ചിലപ്പം നിങ്ങളൊരു ഇതിങ്ങനെ കോപ്പി ചെയ്തിട്ട് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ അത് ബാക്കി കോഡ് സജഷൻസിൽ വരും. ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ് സേവ്സ് എ ലോട്ട് ഓഫ് ടൈം. ഞാൻ ഇപ്പോൾ അടുത്ത് എനിക്ക് ഏതൊരു അപ്ഗ്രേഡ് ചെയ്യാനുണ്ടായിരുന്നു, ഒരു കോഡ് അപ്ഗ്രേഡ് ചെയ്ത് പഴയതെന്ന് മാറ്റിയിട്ട് ഒരു പുതിയ വേർഷനിലാക്കാൻ. അപ്പം ഞാൻ ആദ്യം നോക്കി, കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഒക്കെ നോക്കി എന്തൊക്കെയാണ് ചേഞ്ച് ആയിട്ടുള്ളത്. പിന്നെ ഞാൻ ശരിക്കും ഒരു ലൈന് ഗിറ്റ്ഹബ് കോപ്പൈലറ്റ് ചോദിക്കുക, അതായത് ഗിവ് മീ ദിസ് ലൈൻ ഫോർ ദിസ് കോഡ് എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ലൈന് ചോദിച്ചപ്പോൾ ഐ ഡോണ്ട് നോ, ഫോർച്യുനേറ്റ്ലി മേ ബി AI ആ ഫുള്ള് പേജിൻ്റെ കോഡ് ജനറേറ്റ് ചെയ്തു. ഞാൻ നോക്കിയപ്പോൾ ആ കോഡ് ദാറ്റ് വാസ് ദ റൈറ്റ് കോഡ്. സോ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളൊരു അതാണ് അതിൻ്റെ യൂസ് എയിം. റീപ്ലേസ് ചെയ്യാന്നുള്ളതല്ല, നമ്മൾ ചെയ്യുന്നതിന്റെ ആ ഒരു എഫിഷ്യൻസി കൂട്ടുക എന്നുള്ളതാണ്. വേറെ കാര്യം കറണ്ട് വെച്ചാൽ ഇപ്പം നമ്മുടെ ബ്രോക്യാമ്പിലെ സ്റ്റുഡൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും, നമ്മളിപ്പോൾ കോളേജ് പ്ലേസ്മെന്റ് ആണെങ്കിലും നമ്മൾ അവിടെ ബിഹേവ് ചെയ്തൊരു ബിഹേവിയർ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് നമ്മൾ കാണിക്കേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത്, ഫസ്റ്റ് നിർത്തേണ്ട ഒരു കാര്യം സാറ് വിളിയാണ്. ഞങ്ങൾ CEO ആണെങ്കിൽ പോലും മാനേജേഴ്സ് ആണെങ്കിൽ പോലും സർ എന്നുള്ള ഒരു പദം കോർപ്പറേറ്റിൽ ഒട്ടുമിക്ക കമ്പനീസിലും ഇല്ല. കാരണം സർ എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ബ്രിട്ടീഷുകാരെ വിളിച്ചിരുന്നൊരു സംഭവം, പേരെടുത്തിട്ട്. ഇപ്പോൾ നിങ്ങൾ US പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ടീച്ചേഴ്സിനെ വിളിക്കുന്നത്, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രൊഫസേഴ്സിനൊക്കെ സർ എന്ന് പറഞ്ഞിട്ടാണ് പറയുക. അവിടെ അവരുടെ ഫസ്റ്റ് നെയിം ഉപയോഗിച്ചിട്ടാണ് അവർ. അതുപോലെ വേറെ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ ഒരു ഒബ്വിയസ്ലി പാക്കേജ് ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കാര്യങ്ങളായിരിക്കും. നമ്മുടെ അവിടെയുള്ള ആ ഒരു മീറ്റിംഗുള്ള പെർഫോമൻസ്, നമ്മുടെ ബാക്കിയുള്ള അതെ പാക്കേജ് ഇസ് പ്യൂർലി ഡ്രിവൺ ഓൺ പെർഫോമൻസ്. ഓരോ ആൾക്കാർക്കും ഹൈക്ക് വരുന്നതും കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ പെർഫോമൻസ് ആണ്, ആളെങ്ങനെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അവിടെ ആ ഒരു പെർഫോമൻസ് പറയുമ്പോൾ നമ്മൾ തരുന്ന വർക്ക് കംപ്ലീറ്റ് എന്നുള്ള മാത്രം ആയിരിക്കില്ലല്ലോ, വേറെ കുറേ കാര്യങ്ങളും ആ പെർഫോമൻസിൽ ഇൻക്ലൂഡ് ആയിരിക്കില്ലേ. വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് തരുന്നത് മാത്രം തീർക്കാന്നുള്ളതല്ല, നിങ്ങൾ ഓരോ റോൾസ് ഉണ്ടാവും അല്ലേ. അതായത് ഇപ്പം ഒരു മാനേജർ എത്തുന്ന മുതൽ ഡെവലപ്പർ, സീനിയർ ഡെവലപ്പർ, പിന്നെ ഒരു ആർക്കിടെക്റ്റ് ആണെങ്കിൽ ഇല്ലെങ്കിൽ ഒരു മാനേജർ ആണെങ്കിൽ അതിന് ഓരോരോ ആ റോളിൽ എന്തൊക്കെയാണ് എക്സ്പെക്റ്റേഷൻസ് എന്നുള്ളതുണ്ടാവും. ഒരു ജൂനിയർ ഡെവലപ്പറിന് നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, ഒരു സീനിയർ ഡെവലപ്പറിന് നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒരു പ്രൊമോഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു മീറ്റ് ദാറ്റ് ക്രൈറ്റീരിയ ഫോർ ദ നെക്സ്റ്റ് ലെവൽ. എല്ലാ കമ്പനീസിലും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ എങ്ങനെയാണ് അടുത്ത ലെവലിലേക്ക് നിങ്ങൾ റെഡി ആണെങ്കിൽ ആ പ്രൊമോഷൻ കിട്ടുള്ളൂ. ഒരു ടീം മാനേജ്മെന്റ്, അതെ, ഒരു മാനേജർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മാനേജ്മെന്റ് സ്കിൽസ് നിങ്ങൾ ആദ്യം ഡിസ്പ്ലേ ചെയ്യണം, എന്നാലേ നിങ്ങൾക്കൊരു മാനേജറായിട്ടുള്ള പ്രൊമോഷൻ കിട്ടും. അല്ലെങ്കിൽ ഒരു സീനിയർ ഡെവലപ്പറായിട്ട് നിങ്ങൾ എന്നും ആ ഒരു ജൂനിയർ ഡെവലപ്പർ ലെവലിൽ നിൽക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ നിന്ന് പോകും. കാരണം ഞാൻ ചോദിക്കാനുള്ള റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2-3 കോൾസ് ഇപ്പോൾ അതിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അഡ്മിഷന് വേണ്ടിയിട്ട് വന്നതാണ്.
അപ്പോൾ സമയത്ത് 6 വർഷം എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷെ പാക്കേജ് വളരെ ലോ ആണ്. അപ്പോൾ ആ ഒരു കോളം ഞാൻ ചോദിച്ചു, നമ്മൾ കംപ്ലീറ്റ്ലി എക്സ്പീരിയൻസ് മാത്രം നമ്മൾ കൗണ്ട് ചെയ്തിട്ട് പാക്കേജ് മാറൂല. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പോയാൽ, അതായത് സെൽഫ് ലേണിംഗ് ഇല്ല, നമ്മളൊരു ലേണിംഗ് ഇല്ല, ചിലപ്പം പിന്നെ ചില പ്രൊജക്ട്സ് അങ്ങനെയാണ്, ചിലപ്പം ഒരു സപ്പോർട്ട് റിലേറ്റഡ് ടൈപ്പ് പ്രൊജക്ട്സ് ആയിരിക്കും, നിങ്ങൾ ഒരേ ടാസ്ക് ആയിരിക്കും ചെയ്യുന്നത്. ദാറ്റ് ഈസ് എ സൈൻ ദാറ്റ് യു ആർ ഡൂയിങ് സംതിങ് റോങ്. നിങ്ങളൊന്നും പഠിക്കുന്നില്ല, ഒരേ സംഗതിയാണ് നിങ്ങൾ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ യു ആർ അറ്റ് ദ റോങ് പ്ലേസ് ഓർ യു ആർ ഡൂയിങ് സംതിങ് റോങ്. അപ്പം അത് കറക്റ്റ് ചെയ്താലേ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഓരോ റോളിനും ഓരോ എക്സ്പെക്ടേഷൻസ് ഉണ്ട്. വി ഹാവ് ടു അപ്സ്കിൽ അവർ സെൽസ് ടു ബി റെഡി ഫോർ ദ നെക്സ്റ്റ് ലെവൽ. ഞാൻ ഇതിൽ വേറെ സാധനം കേട്ടെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളെ റിവ്യൂവേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ പുറത്തുള്ള ഡെവലപ്പേഴ്സ് കണ്ടിരുന്ന സമയത്ത് അവിടെ ജൂനിയേഴ്സിന് വന്നൊരു കാര്യമുണ്ട്, അതായത് ഒരു 3 months ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്ത് നോക്കുക എന്നുള്ളത്. അതായത് അവരുടെ ആ ഒരു നെക്സ്റ്റ് ലെവൽ പൊസിഷനിലോട്ട്. അങ്ങനെ ചിലപ്പോൾ അവർ ഒരു സർവീസ് ബേസ്ഡ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ബേസ്ഡ് ആണെങ്കിലും ചെയ്യുന്നത് ചിലപ്പോൾ റിയാക്ട് ആണെങ്കിൽ അത് മാത്രമായിരിക്കും, ഒരു ബാക്കിലൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് റിഫ്രഷ് ചെയ്യാനും അതുപോലെ നമ്മുടെ ലെവൽ എന്താണ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് എന്താണെന്ന് പറയാനും ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നോക്കുന്ന സാധനം കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു റിഫ്രഷ് ചെയ്യാന്നുള്ളത് എത്രത്തോളം ചെയ്യേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അഗെയിൻ ഡിപ്പെൻസ്. നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഇപ്പം നിങ്ങൾക്ക് പഠിക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇഫ് യു വോണ്ട് ടു സെൽഫ് ഇവാലുവേറ്റ്. അപ്പോൾ അത് ചിലപ്പോൾ ചിലവരുടെ, ഇപ്പം നമ്മൾ പഠിക്കുന്ന കാര്യം പറയുമ്പോൾ ചിലവർ വീഡിയോ കണ്ടിട്ട് പഠിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും, ചിലവർ ഡോക്യുമെൻറ്റേഷൻ വായിച്ച് പഠിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെയാണ് പേഴ്സണൽ പ്രിഫറൻസ്. കംഫർട്ട് സോൺ മാറിക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ റിഫ്രഷ് ചെയ്യാൻ പഠിച്ചുകൊണ്ടിരിക്കണം. അതായത് നിങ്ങൾ ആ ഒരു കംഫർട്ട് സോണിലാണ് നിങ്ങൾ എന്നും ഒരേ ആക്ടിവിറ്റിയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ then you're at the wrong place or you're doing something wrong. ഓക്കെ. ഡെവലപ്പർ എന്നുള്ള ഈ ഒരു സംഭവത്തിലേക്ക് നിങ്ങളെ ഏറ്റവും തുടങ്ങുന്ന ടൈമിൽ അട്രാക്ട് ചെയ്തൊരു കാര്യം എന്തായിരുന്നു? എങ്ങനെ ഡെവലപ്പർ ആവണമെന്ന് ആഗ്രഹം വന്നു? ഞാൻ ഡെവലപ്പർ ആവണമെന്ന് ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു. പിന്നെ എങ്ങനെ ഇതിലേക്ക് എത്തിയത്? എനിക്ക് ഏവിയേഷൻ ഫീൽഡ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓക്കെ. ഏവിയേഷൻ ഫീൽഡിൽ പോകണമെന്നായിരുന്നു. ഞാൻ +2 കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന്, ഞാൻ കമ്പ്യൂട്ടേഴ്സിൽ ഐ വാസ് ഓൾവേസ് ഗുഡ്. ഫാമിലി ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ചെറിയൊരു പ്രായത്തിൽ തന്നെ എനിക്ക് ലാപ്ടോപ്പ് അല്ല, അന്ന് കമ്പ്യൂട്ടേഴ്സാണ്, ഡെസ്ക്ടോപ്പൊക്കെ ഐ ഹാഡ് ദി ഓപ്പർച്യൂണിറ്റി താങ്ക്ഫുള്ളി ടു ഹാവ് ഓൾ ദോസ്. അപ്പോൾ കുറേ കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് കുറേ അറിയായിരുന്നു എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഐ വാസ് ഗുഡ് അറ്റ് ഇറ്റ് ബട്ട് ഐ ഡിഡ്ന്റ് വോണ്ട് ടു ഡു ദാറ്റ്. അതാ ഞാൻ എഞ്ചിനീയറിംഗും പോകാണ്ട് BSc എടുത്ത്. പിന്നെ ഇവൻച്വലി ഐ ലാൻഡഡ് ഹിയർ. ബട്ട് എനിക്ക് ഏവിയേഷൻ പോകാനായിരുന്നു ഇഷ്ടം. പിന്നെ അന്നത്തെ ആ ഒരു ടൈമിൽ ഏവിയേഷൻ ഇത്ര ഒരു ബൂമിങ് ഇൻഡസ്ട്രി അല്ലായിരുന്നു. എനിക്ക് അറിയുന്ന കുറച്ച് പേര് തന്നെ ഉണ്ടായിരുന്നു, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ജോബ് റെഡി ആവാത്തവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പുതിയതായിട്ട് പഠിച്ചു വരുന്ന കുട്ടികൾ അവർ AI ടൂൾസ് വെച്ചാണ്ട് പഠിക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒന്ന്, AI ഇപ്പോഴും മാർക്കറ്റിലൊന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ. കുറേ ഒക്കെ അക്യുറേറ്റ് ആണ്, പക്ഷേ നോട്ട് എവറിത്തിങ് ഇസ് അക്യുറേറ്റ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ GitHub Copilotൽ കോഡ് ജനറേറ്റ് ചെയ്യാം എന്ന് കരുതി നിങ്ങളൊരു ഫുൾ സ്കെയിൽ ആപ്ലിക്കേഷൻ GitHub Copilot വെച്ച് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. ആൻസേഴ്സ് ഒക്കെ എടുക്കുന്നതും ഇല്ലെങ്കിൽ റെഫറൻസ് ചെയ്യുന്നതൊക്കെ കുഴപ്പമില്ല, ബട്ട് ക്രോസ് വെരിഫൈ സം ഓഫ് ദോസ്. എപ്പോഴും കറക്റ്റ് ആൻസേഴ്സ് കിട്ടിക്കൊള്ളുന്നില്ല. നമ്മൾ ലിങ്ക്ഡിനിലൊക്കെ കുറേ കാണുന്നതാണ്, ChatGPT ഇങ്ങനെ ആൻസർ ചെയ്തു, 3+2 6 ആണെന്ന് പറഞ്ഞു എന്നുള്ളതൊക്കെ. അതൊരു സെൽഫ് ലേണിംഗ് മോഡലാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇറ്റ് ഡസൻറ്റ് റീപ്ലേസ് ഹ്യൂമൻസ് കംപ്ലീറ്റ്ലി, റൈറ്റ്? ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക, എനിക്ക് എന്തെങ്കിലും ക്വിക്കായിട്ട് എന്തെങ്കിലും ഉത്തരം വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് Copilot ടു ഗെറ്റ് ദി ആൻസർ. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്കൊരു ഫുള്ള് റെഫറൻസ് ചെയ്യണമെന്ന്, നിങ്ങൾ ഫുള്ള് പഠിക്കാനാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ആ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷൻ റെഫർ ചെയ്യും. പിന്നെ ഈ ChatGPT മോഡൽസൊക്കെ കുറച്ച് വർഷം മുന്നേ ക്രിയേറ്റ് ചെയ്തതാണ്. അതിൽ എപ്പോഴും നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആൻസേഴ്സ് കിട്ടിക്കൊള്ളുന്നില്ല. നിങ്ങൾ ബിങ് ചാറ്റൊക്കെ പിന്നെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെർച്ച് ആണ് ബേസിക്കലി, റൈറ്റ്? അപ്പം അതിൽ പിന്നെ നിങ്ങൾക്ക് കുറച്ച് ലേറ്റസ്റ്റ് ആൻസേഴ്സ് ഒക്കെ കിട്ടും. ടെക്നോളജി വൈസ് എപ്പോഴും റെഫർ ചെയ്യാൻ നല്ലത് ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷൻസ് ആണ്. നിങ്ങൾ വീഡിയോ കണ്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും വീഡിയോസ് ചിലപ്പോൾ ഒരു വർഷം മുന്നേ എടുത്തായിരിക്കും. ടെക്നോളജീസ് അതിലും പെട്ടെന്ന് ഇവോൾവ് ആവും. അപ്പോൾ എപ്പോഴും ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷൻസ്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു വീക്കെൻഡ് പോയി വന്നപ്പോഴേക്കും കോഡ് ചേഞ്ച് ആയി എന്നുള്ളത്, സിൻടാക്സും ടെക്നോളജി തന്നെ ചേഞ്ച് ആയി കുറേ. അത് ഞാൻ ഒഫീഷ്യൽ റെഫർ ചെയ്തിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ ഐ വുഡ് ഹാവ് റിട്ടൺ കോഡ് ഇൻ സം ഓൾഡ് ഫോർമാറ്റ്. ഇപ്പം നമ്മുടെ ഓഡിയൻസ് അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഈ ഒരു ഫീൽഡിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഈ ഒരു പൊസിഷനിലെത്താൻ ആഗ്രഹിക്കുന്നവർ, പഠിച്ച് തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് ഒരു നല്ല പോസ്റ്റ് അല്ലെങ്കിൽ നല്ലൊരു എൻട്രി എടുക്കാൻ അവരെന്തൊക്കെ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവരെന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത്, ആ ഒരു കരിയർ സെറ്റാക്കാൻ വേണ്ടിയിട്ട്? നേരത്തെ പറഞ്ഞ പോലെ സെൽഫ് ലേണിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളത് കണ്ടിന്യൂ ചെയ്യണേ വേണം. നിയാസ് നേരത്തെ ചോദിച്ച ഒരു ചോദ്യത്തിന് ഞാൻ പറഞ്ഞു, നിങ്ങളവിടെ സ്റ്റക്കായിട്ടാണോ നിൽക്കുന്നതെന്നുള്ളത്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നിങ്ങൾ ഓൾവേസ് ട്രൈ ടു ബി എ ബെറ്റർ വേർഷൻ ഓഫ് യുവർ സെൽഫ്, ഓൺലി ദെൻ യു ക്യാൻ ഗ്രോ. കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്തുകൊണ്ടിരിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു റോളിൽ സ്റ്റാഗ്നൻ്റ് ആയി പോകും ചിലപ്പോൾ. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ആൻഡ് ഡെവലപ്പ് യുവർ സെൽഫ്. ടെക്നോളജി വൈസ് മാത്രമല്ല, നിങ്ങൾ കരിയറിൽ പ്രോഗ്രസ് ചെയ്യുമ്പം വേറെയും കുറേ കാര്യങ്ങളുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഇസ് കീ. വേറെയും കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യുന്ന ആളുകളോട്. ചില പേഴ്സണാലിറ്റീസൊക്കെ സംസാരിക്കുമ്പം
നിങ്ങളിങ്ങനെ കണ്ട് നിന്നു പോകും. അവർ സംസാരിക്കുന്ന ആ പ്രസൻറ്റേഷൻ സ്കിൽസും അല്ലേ. ഇപ്പോൾ അടുത്ത് ഞങ്ങൾക്ക് ഒരിക്കൽ ബിൽഗേറ്റ്സ് ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു. ബിൽഗേറ്റ്സ് സംസാരിക്കുന്നവരുടെ ഇങ്ങനെ നിന്നു പോകും, നമ്മൾ കേട്ടിരുന്നു പോകും എത്ര നേരമാണെങ്കിൽ പോലും. ചില പേഴ്സണാലിറ്റീസ് അങ്ങനെയാണ്. ചിലവർ വാസ് ബോൺ വിത്ത് ദാറ്റ് ടാലൻറ്റ്. സ്റ്റീവ് ജോബ്സിനെ പറ്റി പലരും പറയുന്ന ഒരു സംഗതിയാണത്. പക്ഷേ അതൊക്കെ എല്ലാവർക്കും അക്വയർ ചെയ്തെടുക്കാവുന്ന സംഗതിയും കൂടിയാണ്. നമുക്ക് പഠിച്ച് നമ്മൾ അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ടെക്നോളജി സൈഡിൽ മാത്രമല്ല, പേഴ്സണാലിറ്റി, ഇൻറ്ററാക്ഷൻസ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ജോബിൽ മാത്രമല്ല, യു ലേൺ എ ലോട്ട് ഫ്രം ദോസ്. ബുക്സ് വായിച്ചിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. മൈക്രോസോഫ്റ്റിൽ അങ്ങനെ ഒരു ഇപ്പം നിങ്ങളെ ഹയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഹയർ ചെയ്യുമ്പം പൊസിഷൻസിൽ എഴുതിയിട്ടുണ്ടാവും നിങ്ങൾക്ക് ഇന്ന ടെക്നോളജീസ് വേണമെന്നുള്ളത്. ബട്ട് അത് ഫൈനലല്ല, അത് നിങ്ങൾക്ക് എന്ത് വർക്കാണ് കിട്ടുന്നത്. പിന്നെ നിങ്ങൾക്ക് പുതിയത് പഠിക്കാൻ ഇപ്പം നാളെ ഒരു പ്രൊജക്റ്റ് വരികയാണ് പൈത്തണിൽ, നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പഠിക്കണം എന്നുണ്ടെങ്കിൽ അത് എടുത്ത് പഠിക്കും. അത് നിങ്ങൾ അപ്സ്കിൽ ചെയ്യണം. കാരണം അതിന് നിങ്ങൾക്ക് റെക്കഗ്നീഷനും കിട്ടും. സാലറി വൈസ്, ഹൈക്ക് വൈസ്, ഓൾ ഓഫ് ദോസ് റിഫ്ലെക്ട്സ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നിങ്ങളെ പെർഫോമൻസിൽ. എല്ലാം ചെയ്യുന്നല്ല, ബട്ട് അതൊക്കെ അതിൻ്റെ ഓരോ പാരാമീറ്റേഴ്സാണ്. വേറൊരു സംഗതി, ചിലപ്പോൾ നമ്മൾ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഫേസിൽ കൂടെ ആയിരിക്കും പോകുന്നത്. ബട്ട് വാട്ട് യു ഡോണ്ട് റിയലൈസ് ഇസ് ദാറ്റ് യു ആർ ബീങ് എ സ്ട്രോങ്ങർ പേഴ്സൺ. ടെക്നോളജി വൈസും അങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ നിങ്ങൾ ഒരു ടെക്നോളജി പഠിക്കുകയായിരിക്കും, പ്രത്യേകിച്ച് ഇത് ഫ്രഷേഴ്സിനും കൂടെ ഉള്ളൊരു കാര്യമാണ് അല്ലേ. അതായത് നിങ്ങൾ പുതിയ ടെക്നോളജി ചിലപ്പം പഠിക്കുകയായിരിക്കും. ഇറ്റ് മേ ബി ടേക്കിംഗ് സോ ലോങ് ടു അണ്ടർസ്റ്റാൻഡ്. പക്ഷെ നിങ്ങളത് നല്ല രീതിക്ക് മനസ്സിലാക്കാൻ നോക്കുന്നു, അതിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് അത് എങ്ങനെയാണ് അത് ബിഹൈൻഡ് ദ സീൻസ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ നോക്കുന്നു. യു ആർ ഗോയിങ് ത്രൂ എ ഡിഫിക്കൽട്ട് ഫേസ്. അതായത് നിങ്ങളുടെ ലൈഫിലെ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഫേസ് ആയിരിക്കും അത്. പക്ഷേ ഒരു കുറച്ച് കഴിഞ്ഞ് നിങ്ങളത് തിരിഞ്ഞു നോക്കുമ്പം യു ഹാവ് ലേൺഡ് എ ലോട്ട്. ടോപ്പ് ലീഡർഷിപ്പിനൊക്കെ പ്രസൻറ്റേഷൻസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് ചിലവരുടെ ആക്സെൻറ്റ് മനസ്സിലാവില്ല. പ്രസൻറ്റേഷൻ ടൂൾസ് ഉണ്ട്, മൈക്രോസോഫ്റ്റിൻ്റെയും ടൂൾസ് ഉണ്ട്, പുറത്തും ടൂൾസ് ഉണ്ട്. അതിൽ ടെക്സ്റ്റ് എഴുതി കൊടുത്താൽ അത് ഫുള്ള് വോയിസ്. അപ്പം ഞങ്ങൾ മൈക്രോസോഫ്റ്റിൽ എല്ലാ വർഷവും ഒരു ഹാക്കത്തോൺ നടക്കും. അതായത് മൊത്തം കമ്പനി ഒരു വീക്ക് ഹാക്കത്തോൺ മാത്രമേ ചെയ്യാം. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയാസ് സബ്മിറ്റ് ചെയ്യാം. മൈക്രോസോഫ്റ്റിൻ്റെ ഉള്ളിൽ ഗ്യാരേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് മൈക്രോസോഫ്റ്റ് തുടങ്ങിയതൊരു ഗ്യാരേജിലാണ്. ഉള്ളിൽ ഇപ്പോൾ നിങ്ങൾ ഹൈദരാബാദ് ഓഫീസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഗ്യാരേജ് സെറ്റപ്പിൽ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്യാരേജ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ലോട്ട് ഓഫ് മോഡേൺ എക്യുപ്മെൻറ്റ്സ്, 3D പ്രിൻറ്റേഴ്സ്, ടോപ്പ് ആൻഡ് സ്റ്റഫ് ഉണ്ട്. നിങ്ങൾക്ക് എന്തും അവിടെ നിന്ന് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇരുന്ന് അത് ഡെവലപ്പ് ചെയ്യാം. മൈക്രോസോഫ്റ്റ് ഫുള്ള് സപ്പോർട്ട് ചെയ്യും. നിങ്ങളുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം, പക്ഷേ ഇഫ് യു വോണ്ട് ടു സ്പെൻഡ് മോർ ടൈം യു ക്യാൻ ഡു ദാറ്റ്. അത് അതിൻ്റെ അകത്തുള്ള എംപ്ലോയീസിന് മാത്രമാണോ അതോ? അത് എംപ്ലോയീസിന് മാത്രമാണ്. അതെ, ആ ഗ്യാരേജ് യൂസ് ചെയ്യാനുള്ള ഗ്യാരേജ് യൂസ് ചെയ്യും. കുറേ ആൾക്കാർക്ക് വന്ന് വർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടോ? കുഴപ്പമില്ലാത്ത വലിയൊരു ഹാളുണ്ട്. പിന്നെ നിങ്ങൾ അവിടെ പോയി വർക്ക് ചെയ്യണമെന്നില്ല, അവരുടെ സപ്പോർട്ടും ഇതുണ്ടാകും. ഗ്യാരേജിൻ്റെ ഓരോ ഇവൻറ്റ്സ് ഉണ്ടാവും, പല ടൈപ്പ് ഇവൻറ്റ്സ് ഉണ്ടാവാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഹാക്കത്തോൺ അത് എല്ലാ വർഷം നടക്കുന്നൊരു ഹാക്കത്തോൺ. അതിൽ നിന്ന് കുറേ ഐഡിയാസ് വരാറുണ്ട്. ആ ഐഡിയാസ് ചിലപ്പം പ്രൊഡക്ട്സ് ആയിട്ട് ഇറങ്ങാറുമുണ്ട്. നിങ്ങൾക്ക് ഐഡിയാസ് സബ്മിറ്റ് ചെയ്യാം, എന്നിട്ട് നിങ്ങൾക്ക് അതിൽ വർക്ക് ചെയ്യാം. 1 വീക്ക് നിങ്ങൾ നിങ്ങളുടെ പ്രൊജക്റ്റ് വർക്ക് നിങ്ങൾക്ക് ചെയ്യേണ്ട, ആ ടൈം ഫുള്ള് നിങ്ങൾക്ക് ഹാക്കത്തോണിൽ സ്പെൻഡ് ചെയ്യാം. അത് ഞാൻ കേട്ടിട്ടുള്ളത് കോവിഡിൻ്റെ മുന്നേയൊക്കെ ഓഫീസിലെ ആളുകൾ ഇരുന്നിട്ട് അവർ ഫുള്ള് കിറ്റ് കൊടുക്കുമായിരുന്നു. ഓഫീസിൽ നിൽക്കാനുള്ള സെറ്റപ്പും ഓഫീസിൽ നിൽക്കാൻ ഉറങ്ങാനുള്ള സംഗതികളും എല്ലാം അവർ കൊടുക്കുമായിരുന്നു. എന്നിട്ട് നിങ്ങൾക്ക് ഹാക്ക് ചെയ്യായിരുന്നു ഫുൾ ടൈം അവിടെ നിന്നിട്ട്. ഒരു 1 വീക്ക് കംപ്ലീറ്റ്. 1 വീക്ക് കംപ്ലീറ്റ്. ഓക്കെ, അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു പുതിയൊരു ഐഡിയ ബിൽഡ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല, പിന്നെ അത് ഇവാലുവേറ്റ് ചെയ്യും. എന്നിട്ട് ഹാക്കത്തോൺസിൽ വിന്നേഴ്സ് ഉണ്ടാവും. അതിൽ നല്ല ഐഡിയാസ് വെച്ചിട്ട് പല തീമുകളും ഉണ്ടാവും. പല തീമുകളിൽ നിന്ന് വിന്നേഴ്സ് ഉണ്ടാവും. അതിൽ സം ഐഡിയാസ് ഓൾസോ ഗെറ്റ് കൺവേർട്ടഡ് ഇൻ ടു പ്രൊഡക്ട്സ്. ആ പ്രൊഡക്ട്സ് അപ്പോൾ ബിൽഡ് ചെയ്തൊരു കമ്പനി ആക്കാനോ അങ്ങനെ എന്തെങ്കിലും സപ്പോർട്ട്? കമ്പനി ആക്കാനല്ല, അത് മൈക്രോസോഫ്റ്റിന്റെ പ്രൊപ്രൈറ്ററി ആണ്. നിങ്ങൾ മൈക്രോസോഫ്റ്റിൽ ചെയ്തതാണ്. മൈക്രോസോഫ്റ്റിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുക അങ്ങനെ പോവുകയാണെങ്കിൽ. മൈക്രോസോഫ്റ്റിലെ സ്റ്റുഡൻസിൻ്റെ ഒക്കെ ഇന്റർവ്യൂസിന്റെ റൗണ്ട്സ് എങ്ങനെയാണ് വരുന്നത്? അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം. സ്റ്റുഡൻസിൻ്റെ പ്രോസസ്സ് വേറെ തന്നെയായിരിക്കും. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, പക്ഷേ എനിക്ക് അറിയുന്നത് അവർക്ക് ആദ്യം ഒരു കോഡിംഗ് റൗണ്ട് ഉണ്ടാവും. അത് ലാറ്ററൽ ഹയേഴ്സിനും ഉണ്ടാവാറുണ്ട് ഒരു കോഡിംഗ് റൗണ്ട്. കോംപ്ലെക്സിറ്റി മേ വേരി ഡിപ്പെൻഡിങ് ഓൺ ലാറ്ററൽ ഹയർ ഓർ യൂണിവേഴ്സിറ്റി ഹയർ. അതിനുശേഷം നിങ്ങൾക്ക് ടെക്നിക്കൽ റൗണ്ട്സ് ആണ് ഉണ്ടാവുക. എത്ര റൗണ്ട് ഉണ്ടാവും എന്നുള്ളത് ദാറ്റ് ക്യാൻ ഡിപ്പെൻഡ്. ബട്ട് എന്തായാലും ഒരു ടെക്നിക്കൽ റൗണ്ട് എന്തായാലും ഉണ്ടാവും. ലാറ്ററൽ ഹയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഡിംഗ് ടെസ്റ്റ് ഉണ്ടാവും, 2 ടെക്നിക്കൽ റൗണ്ട്, പിന്നെ ഒരു മാനേജറിയൽ റൗണ്ട്, പിന്നെ ഒരു ലാസ്റ്റ് സീനിയർ മാനേജർ റൗണ്ട്. ഈ ടെക്നിക്കൽ റൗണ്ട് പറയുമ്പോൾ ഡാറ്റ സ്ട്രക്ചർ അങ്ങനത്തെ ഒരു കാര്യങ്ങളാണ്. ടീമിനും റിക്വയർമെൻറ്റ്സിനും അനുസരിച്ചിരിക്കുക. ബട്ട് കൂടുതലും ഡേറ്റ സ്ട്രക്ചേഴ്സ് ഒട്ടുമിക്ക ഇൻ്റർവ്യൂവിലും ചോദിക്കും. നമ്മൾ ബൾക്കായിട്ടൊക്കെ ഹയർ ചെയ്യുമ്പോൾ മിക്കവാറും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒക്കെ കിട്ടുന്നുണ്ട്. അങ്ങനത്തെ ഇതാണ് ഉണ്ടാവുക ഫസ്റ്റ് തന്നെ? ഇല്ല, ഫസ്റ്റ് കോഡിംഗ് റൗണ്ട് ആയിരിക്കും. അതായത് നിങ്ങൾക്കൊരു പ്രോബ്ലം തന്നിട്ട് നിങ്ങളത് സോൾവ് ചെയ്യണം, അത് കമ്പൈൽ ആവണം. പിന്നെ മാനേജ്മെന്റ് റൗണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ, ഇതിലെന്തായിരിക്കും കൂടുതൽ അവർ എക്സ്പെക്ട് ചെയ്യുന്നത്? മാനേജറിയൽ റൗണ്ട്, ഹയറിംഗ് മാനേജർ റൗണ്ട് ഉണ്ട്, പിന്നെ ഒരു ടോപ്പ് സീനിയർ മാനേജർ റൗണ്ട് ഉണ്ടാവും. ഹയറിംഗ് മാനേജറും ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡിസൈൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെ അവരെന്തായാലും ചോദിക്കും. അത് ചിലപ്പം സീനിയർ മാനേജർ റൗണ്ടിലും
ചോദിക്കുകയില്ല. കാരണം എസ്പെഷ്യലി മൈക്രോസോഫ്റ്റിലൊക്കെ കുറേ സീനിയർ മാനേജേഴ്സും എഞ്ചിനീയേഴ്സായി അങ്ങനെ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളാണ്. പിന്നെ ഞാൻ മൈക്രോസോഫ്റ്റിൽ കണ്ടിട്ടുള്ള ഒരു സംഗതി എന്ന് പറഞ്ഞാൽ മാനേജേഴ്സും ഭയങ്കര സ്ട്രോങ് ആണ് ടെക്നിക്കലി. നിങ്ങൾക്ക് മാനേജേഴ്സിനോട് ഇത് ഇങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറ്റിക്കാൻ പറ്റില്ല. They know things. അതല്ലാണ്ട് ആ മാനേജർ റൗണ്ട് വേറെ എന്തൊക്കെയായിരിക്കും ടെക്നിക്കൽ എല്ലാവരും? സാധാരണ മാനേജർ റൗണ്ടിൽ പിന്നെ ഉണ്ടാവുക അഗൈൻ ഞാൻ മാനേജർ റൗണ്ട് എടുക്കാറില്ല, ഞാൻ മാനേജറല്ല. സോ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, പിന്നെ നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ്, നിങ്ങൾ കമ്പനിക്ക് ഒരു ഫിറ്റ് ആണോ എന്നുള്ള സംഗതികൾ, അതൊക്കെയാണ് നോക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഒരാൾ ഒരു 3+ ഇയർ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഡെവലപ്പറായിട്ട്, പക്ഷെ ആളൊരു ഡിഗ്രി പാസ്സായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളല്ല. ആൾ സെൽഫ് ലേൺ ചെയ്ത് ഇങ്ങനെ വന്നതാണ്. ഒരു +2 കഴിഞ്ഞൊരു കുട്ടിയാണ്, ആളൊരു 3 ഇയേഴ്സ് വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അങ്ങനെ ഒരാൾ മൈക്രോസോഫ്റ്റ് പോലത്തെ ഒരു കമ്പനിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് അവിടെ ഒരു ചാൻസ് ഉണ്ടോ? അതിന് കൃത്യമായിട്ടുള്ള ഒരു ആൻസർ എനിക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ. അത് ഒരു HR റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഞാൻ വേറെ കുറേ സംഗതികൾ കണ്ടിട്ടുള്ളത് വെറ്ററൻസ് വരെ ഉണ്ട് മൈക്രോസോഫ്റ്റിൽ നിന്നുള്ള ബാക്കി കമ്പനീസിലും. അതായത് മിലിറ്ററിയിൽ സെർവ് ചെയ്തിട്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയവർ എൻ്റെ പഴയ കമ്പനിയിൽ എൻ്റെ ടീമിലുണ്ടായിരുന്നു ഒരു സീനിയർ എഞ്ചിനീയർ. അങ്ങനെ നിങ്ങളിപ്പോൾ വർക്ക് ചെയ്ത കൊളീഗ്സിൽ ആരെങ്കിലും ഒക്കെ അങ്ങനെ ഉണ്ടോ? ഇല്ല, എൻ്റെ ക്ലോസ് നെറ്റ്വർക്ക്സിൽ ആരുമില്ല. പക്ഷേ എനിക്ക് ഓർമ്മയുള്ളത് ചോദിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നു വേറൊരു സംഗതി. ഞാൻ ഡെലോയിറ്റിൽ ഞാൻ ജോയിൻ ചെയ്തപ്പോൾ ഞങ്ങളുടെ ഒരു ഓറിയൻറ്റേഷൻ ഇവൻറ്റിൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അയാൾ BDS എന്തോ ആയിരുന്നു തോന്നുന്നു. അയാൾ ഡോക്ടറാണ്, ബട്ട് IT-ലാണ് ജോയിൻ ചെയ്ത് ഇതിലേക്ക് മാറിയിട്ട് പിന്നെ അങ്ങനെ ജോയിൻ ചെയ്തു. പക്ഷെ അതിനും ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഡിഗ്രി എന്തായാലും ഉണ്ട്. ഡിഗ്രി ഉണ്ട്. അതൊരു ക്രൈറ്റീരിയ ആണോ ഡിഗ്രി വേണം എന്നുള്ളത്? ഞാൻ ഓപ്പണിങ്സിൻ്റെ JD-ലൊക്കെ കൂടുതലും കണ്ടിട്ടുണ്ട് ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് വേണം എന്നുള്ളത്. പക്ഷെ അത് പ്യുവർലി HR റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര സ്കില്ലുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും അത് കവർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണോ അതോ? അതും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. കാരണം അത് അവരങ്ങനെ നോക്കുന്നുണ്ടോ, എക്സ്പീരിയൻസ് മാത്രമാണോ നോക്കുക. കാരണം ഇത് റെസ്യൂമേഴ്സ് ഒക്കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യലൊക്കെ HRs ആണ് ചെയ്യുക. നമുക്ക് ഇവൻച്വലി ഇൻ്റർവ്യൂ എടുക്കുക, ആ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. കറൻ്റ്ലി ഇപ്പോൾ ഹൈദരാബാദ് ക്യാമ്പസിലാണെന്ന് പറഞ്ഞല്ലോ, ഇവിടുന്ന് പുറത്ത് രാജ്യത്തേക്ക് ആണെങ്കിലും പോകണം എന്നുള്ള ആഗ്രഹമുണ്ടോ? നമ്മൾ കൂടുതൽ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഇനീഷ്യലി നമുക്ക് ഇന്ത്യയിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് പുറത്ത് കൺട്രിയിൽ തന്നെ രാജ്യത്ത് പോയി. കുറേയൊക്കെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. പുറത്ത് പോകുമ്പം വേറെ കുറേ സാക്രിഫൈസ് ഉണ്ട് നമ്മൾ അറിയാത്ത. എസ്പെഷ്യലി IT ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒന്നൊക്കെ യൂറോപ്യൻ കൺട്രീസ് അല്ലെങ്കിൽ US, അവിടെയൊക്കെയാണ് IT കൂടുതലുള്ളത്. യു ആർ സ്റ്റേയിങ് സോ ഫാർ അവേ ഫ്രം യുവർ ഹോം. നിങ്ങളുടെ ഫാമിലി ചിലപ്പോൾ ഇവിടെ ആയിരിക്കും. അപ്പോൾ അത് പ്യുവർലി ഒരു പേഴ്സണൽ ചോയ്സാണ്. എനിക്കറിയുന്ന കുറേ പേരുണ്ട്, US-ലുള്ളവരുണ്ട്, നാട്ടിൽ വന്നാൽ മതി എന്നുള്ളവർ. മൈക്രോസോഫ്റ്റിൽ തന്നെ കുറേ പേരുണ്ട് US-ൽ വർക്ക് ചെയ്തിട്ട് പിന്നെ ഇന്ത്യ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർ. കുറച്ച് പേര് പോകുന്നവരുണ്ട്. പക്ഷേ ദാറ്റ് ഡിപ്പെൻസ്, ഇറ്റ്സ് എ പേഴ്സണൽ ചോയ്സ്. നിങ്ങളുടെ അഭിപ്രായം എന്താ? ഞാനിപ്പം അങ്ങനെ ആലോചിക്കുന്നില്ല. നാട്ടിൽ തന്നെ നിൽക്കാനാണ് താല്പര്യം. ഇപ്പം അങ്ങനെയാണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ആലോചിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. ഓക്കെ, ഇപ്പം ഇത്ര നേരം നമ്മൾ സംസാരിച്ച് കുറേ കാര്യങ്ങൾ കവർ ചെയ്ത്, കുറേ ടെക്നിക്കലായിട്ടുള്ളതും അതുപോലെ പേഴ്സണലായിട്ടുള്ള കുറേ കാര്യങ്ങളും അത് കാണുന്നവർക്കാണെങ്കിലും ആ മൈക്രോസോഫ്റ്റിൽ ഇൻ്റർവ്യൂ പ്രോസസ്സും അല്ലെങ്കിൽ എങ്ങനെ ഒരു പോസ്റ്റിൽ ഇട്ടാന്നുള്ള കാര്യങ്ങളൊക്കെ ഒബ്വിയസ്ലി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ എനിക്കിഷ്ടമുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രൊഫഷണൽ ലൈഫും അതുപോലെ അതിൻ്റെ ഒപ്പം തന്നെ പേഴ്സണൽ ലൈഫ് ഒരുമിച്ച് കൊണ്ടുപോകാന്നുള്ളതാണ്. നമ്മൾ പല ആൾക്കാർ സംസാരിക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ കുറേ എക്സ്പീരിയൻസ് ആയിട്ടുള്ള സംസാരിക്കുന്ന സമയത്താണെങ്കിലും അവരൊന്നെങ്കിൽ ചിലപ്പോൾ കംപ്ലീറ്റ്ലി പ്രൊഫഷണൽ മാത്രമായിരിക്കും, കംപ്ലീറ്റ്ലി ഓഫീസ് അതിൻ്റെ കംപ്ലീറ്റ് വർക്കിംഗ് ടൈമിലിരിക്കുക, പേഴ്സണൽ ലൈഫ് ഒട്ടും നോക്കാതിരിക്കുക. ആ സംഭവങ്ങൾ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ പ്രൊഫഷണൽ നല്ല ഗ്രോത്തിലാണ് പോകുന്നത്. അപ്പോൾ ആ കാര്യം ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇനി എന്തായാലും നമുക്കൊരു അടുത്തൊരു ബ്രോക്യാം വിസിറ്റ്, ബ്രോക്യാം സ്റ്റുഡൻസിനെ കാണാനൊക്കെ വരാൻ പറ്റുക. ഇൻഷാ അല്ലാഹ് നമുക്ക് പ്ലാൻ ചെയ്യാം. കാരണം അത് ഒബ്വിയസ്ലി അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാൻഡിഡേറ്റ്സ് ആണ്, നല്ലൊരു ഫ്യൂച്ചർ ടെക്നിക്കൽ ഫീൽഡിൽ ബിൽഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്ക് ചോദിക്കാൻ കുറേ കാര്യങ്ങൾ ഉണ്ടാവും. ഷെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എനിക്കറിയുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. ചിലപ്പം എനിക്ക് ലൈഫിൽ എനിക്ക് പറഞ്ഞുതരാൻ എപ്പോഴും ആളുകൾ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കോളേജ് സെലക്ട് ചെയ്യുന്നതായിക്കോട്ടെ, എന്ത് കോഴ്സ് എടുക്കണം എന്നുള്ളതൊക്കെ ഞാൻ സ്വയം തീരുമാനിച്ച് പോയതാണ്. അപ്പം എനിക്കുള്ളൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക, അത്രയേ ഉള്ളൂ. അതായിരിക്കും ചിലപ്പോൾ പല ആൾക്കാരും ഒബ്വിയസ്ലി ഇങ്ങനെ ആയിരിക്കും. ചിലപ്പോൾ ഒന്ന് ഗൈഡ് ചെയ്യാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നന്നായിട്ട് പോകുന്നതായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ഒന്ന് ചൂസ് ചെയ്യുന്ന ആൾക്കാരെ പ്രോ ക്യാമ്പിലുള്ളത്. അപ്പോൾ അവരെ പ്രൊഫൈൽ സെറ്റപ്പ് ആക്കാൻ അടിപൊളിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇൻട്രാക്ഷൻസ് വെക്കാറുണ്ട് ഒബ്വിയസ്ലി. പറയാൻ തന്നെ 2-3 പ്രാവശ്യം നമ്മൾ ഹബ്ബ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റുഡൻസ് മാറും, പുതിയ സ്റ്റുഡൻസ് ആയിരിക്കും. അപ്പോൾ അവർക്കും കുറേ കാര്യങ്ങൾ അറിയാനുണ്ടാവും. അപ്പോൾ ഇനി അടുത്തൊരു നമുക്ക് വിസിറ്റ് അവിടെ കാണാം, പ്രോ ക്യാമ്പ് ഹബ്ബിൽ. അപ്പോൾ താങ്ക്സ് ഫോർ കമ്മിങ്. നമുക്കൊരു നെക്സ്റ്റ് ടൈം ഒന്നും കൂടെ കാണാം. Sure.